الرجيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള കണ്ണിന് പ്രത്യേകമായ പവറുണ്ടായിരുന്നു. അത് പറഞ്ഞു. കാതിനുള്ള പവർ പറയുന്നു. വമിൻ ദാലിക സമാഉഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദത സഖറത്തിൻ ഹവത് മിൻ സഫീന ജഹന്നം. ജഹന്നമിൻ്റെ പക്കത്ത് നിന്ന് താഴോട്ട് വീണ ഒരു പാറക്കല്ല്, ആ പാറക്കല്ലിൻ്റെ വീഴുന്ന ശബ്ദമുണ്ടല്ലോ, അത് ഞങ്ങൾ കേട്ടു എന്നാണ് പറഞ്ഞത്. ഒക്കെ ഗൈബിയാണ്. فعن أبي سعيد رضي الله عنه قال سمع رسول الله صلى الله عليه وسلم صوتا هاله. തങ്ങളെ അങ്ങേയറ്റം ഭയപ്പെടുത്തിയ ഒരു ശബ്ദം തങ്ങൾ കേട്ടു. ഹാലഹു എന്ന് പറഞ്ഞാൽ അയ്യഹു, തങ്ങൾ ഞെട്ടിച്ച്. ഫഅതാഹു ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ ഹാദ സൗത്ത് യാ ജിബ്രീൽ, ജിബ്രീലെ ഒരു ഭയങ്കര ശബ്ദം കേട്ടല്ലോ, അതെന്താണത്? ഫഖാല ഹാദിഹി സഖറത്തുൻ, അതൊരു പാറക്കല്ലാണ്. ഹവത് മിൻ ശഫീരി ജഹന്നം, ജഹന്നമിൻ്റെ വക്കത്ത് നിന്ന് താഴോട്ട് വീണൊരു കല്ല്. എത്ര കൊല്ലായി? മീൻ സബീന, 70 കൊല്ലം മുതൽ തുടങ്ങിയതാണ്. ഫഹാദ ഹീന ബലഗത്ത് കാലി, ഇപ്പോഴാണ് ആയത്തിലെത്തിയത്. അപ്പോൾ 70 കൊല്ലം താഴോട്ട് ഓടിയിട്ട് എത്തിയത്. പണ്ട് ഇരുട്ടിന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെയല്ലേ ഉണ്ടാവും. അവൻ നിങ്ങളെ കണ്ണിൽ തന്നെ ബക്കറ്റാത്തിട്ട് ബള്ളിങ്ങത്തുമ്പോൾ കാമണിക്കൂറോണെല്ലാം വലിച്ചിട്ട് അപ്പം നിങ്ങൾ കുഴിച്ച കണക്കില്ല. ഞാൻ 1 കിലോമീറ്ററോട്ട് ആഴമുണ്ട് താഴേക്ക്. ഫഅഹബ്ബല്ലാഹു അൻ യുസ്മിഅക സൗതഹാ, അതിൻ്റെ ശബ്ദം തങ്ങൾക്ക് കേൾപ്പിക്കണമെന്ന് അല്ലാഹു തആല ഇഷ്ടപ്പെട്ടു. ഫമാ റുഇയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കാണപ്പെട്ടിട്ടില്ല ലാഹിക്കൻ, ചിരിക്കുന്നവരായിട്ട്, മിൽ ഫീഹി, ഫീഹി എന്ന് പറഞ്ഞാൽ ജർജർഫല്ല, വായ നിറയെ ചിരിക്കുന്ന കണ്ടിട്ടില്ല. ഹത്താ ഖമലഹുല്ലാഹു അസ്സ വജല്ല, അല്ലാഹു തആല തങ്ങളെ സ്വീകരിക്കുന്നത് വരെ, വഫാത്താകുന്നത് വരെയും പിന്നെ വായി നിറയെ ചിരിക്കാറില്ല. ആ ജഹന്നമ നിറക്കാനാണ് അല്ലാഹു തആല ഏറ്റത്. 2 സാധനം നിറക്കാനാണല്ലോ, ഒന്ന് ദുന്യാവിൽ മനുഷ്യൻ്റെ വയറ് നിറക്കാനും ആഖിറത്തിൽ ജഹന്നമ നിറക്കാനും അല്ലാഹു ഏറ്റത്. ഇനി വമിൻ ദാലിക, മറ്റൊന്ന്, സമാഉഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അദാബൽ മഖ്ബൂരീൻ അന്നമാമീൻ വൽ ഗയ്യാബീൻ. മഖ്ബൂറൈനി എന്നും വായിക്കുക, കാരണം 2 ആളാണ് സംഭവത്തിലുള്ളത്. അത് ഹുക്മ ആമാക്കിയ മഖ്ബൂരീന എന്നും വായിക്കാം. ഖബറിലാക്കപ്പെട്ട ആളുകൾ, അവരുടെ അദാബ്, അവരാരാണ്? നമ്മാമീങ്ങളും ഗയ്യാബീങ്ങളും. നമീമത്തും ഗീബത്തും പറയുന്നതിന് നമ്മുടെ പണി. മറ്റൊന്നോ, വല്ലദീന ലാ യസ്തൻസിഹൂന വലാ യസ്തതിറൂന മിനൽ ബൗൽ, മൂത്രം തെറിക്കൽ നിർത്തിട്ട് സൂക്ഷിക്കാറില്ല. അപ്പോൾ നമ്മൾ അറബി കോളേജിൽ പോയി ആരും കയറി ഒഴിക്കണ്ട, തുണിങ്ങിപ്പോയും മേലും എല്ലാം മുടക്കം. ഇതൊന്നും മനസ്സാക്ഷിയില്ലാത്ത പരിപാടി ഇപ്പം നടക്കുന്നു. ഇത്ര പോലെ മായമില്ലാത്തൊരു സാധ്യത മുത്തുറയിച്ച എന്താ ഇപ്പം? ഇവിടെ കാലും വെച്ചിട്ട് ഇവിടെ മുത്തുറയിച്ചതി ഇത്ര ചെരിവുണ്ട്. എന്ത് ചെയ്യാനെന്ന് വെച്ചാണ്, ഇതെല്ലാം കാണുമ്പോൾ പോയേക്കാന്ന് വിചാരിക്കുന്നു. അതിന് കിതാബ് കൊടുക്കുമല്ലോ, പോയാലോ ഇമാമിങ്ങളെ കാണാമല്ലോ. ഇതിൻ്റെ തറത്തൊന്നും ഞാനിപ്പോൾ ഉള്ളത്. റഹൽ ബുഖാരി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മർറ ബിഹായിത്തിൻ മിൻ ഹിതാരി മക്കത്ത അവിൽ മദീന. സംഭവം ഒന്നിക്കൽ മക്കത്താകാം, അല്ലെങ്കിലോ മദീനത്താവാം. ഒരു തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടി നടന്നു. ഫസമിഅ സൗത ഇൻസാനൈനി, അപ്പോൾ അവിടെ തസ്നിയാന്ന് വന്നു, 2 മനുഷ്യന്മാരുടെ ശബ്ദം കേൾക്കുന്നു.
യുഅദ്ദബാനി ഫീ ഖുബൂരിഹിമാ, അവരുടെ ഖബറിൽ അദാബ് ചെയ്യപ്പെടുകയാണ് ആ രണ്ടാളും. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹുമാ ലയുഅദ്ദബാനി, അവർ രണ്ടാളും അദാബ് ചെയ്യപ്പെടുകയാണ് എന്ന് പറഞ്ഞു. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, വലിയ കാര്യത്തിലല്ല അവർ അദാബ് ചെയ്യപ്പെടുന്നത്. ഈ ഇതാ വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യർക്ക് സൂക്ഷിക്കാൻ എളുപ്പത്തിലാകുന്ന കാര്യമുള്ളൂ. അതായത് ഷറഹ് കാലൽ അല്ലാമത്തുൽ ഖത്താബി പറയുന്നു, വമാ യുഅദ്ദബാനി ഫീ കബീരിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? ഇന്നഹുമാ ലം യുഅദ്ദബാ ഫീ അംരിൻ കാന യക്ബുറു അലൈഹിമാ ഔ യശ്ഖു ഫീഹി, ചെയ്യൽ വളരെ പ്രയാസമേറിയ ഒരു കാര്യമല്ലത്. ലവ് അറാദാൻ യഫ്അലഹു, ചെയ്യാൻ വിചാരിച്ചാൽ എന്താണ്, മൊത്തം തെറിക്കാണ്ട് ഒഴിക്കേ ഉള്ളൂ. അതല്ലേ തങ്ങളോട് പോകുമ്പോൾ ഒരു കൊള്ളി കൊണ്ട് കുത്തിയിട്ട് മണ്ണിളക്കും എന്ന് പറഞ്ഞത്, എന്നിട്ട് ഒരിക്കൂലല്ല. അതുപോലെ കാറ്റടിക്കുന്ന സ്ഥലത്ത് അതല്ല നമ്മൾ ആദാബിൽ ഓതിയത്. മൂത്രത്തിനെ തൊട്ട് ശുദ്ധിയാവലും നമീമത്തൊഴിവാക്കലും എന്നല്ലാണ്ട് ആ ചെയ്ത തെറ്റ് വളരെ നിസ്സാരമാണ് എന്നല്ല. അതാ വലം യുരിദ് അന്നൽ മാസിയത്ത് ഫീ ഹാതൈനിൽ ഖസ്ലതൈനി, ഈ പറയപ്പെട്ട രണ്ട് കാര്യത്തിലുള്ള തെറ്റ് ലൈസത്ത് ബി കബീറത്തുൻ ഫീ ഹഖ്ഖിദ്ദീൻ, ദീനിൽ അത്ര ഗൗരവമുള്ളതല്ല, സാരമില്ലാത്തതാണ് എന്നല്ല അതിൻ്റെ അർത്ഥം. വന്ന ദംബ ഫീഹിമാ ഹയ്യുൻ സഹലുൻ, അതിലുള്ള ദോഷം നിസ്സാരമാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഖബറിൽ തന്നെ അദാബ് വേണ്ടാലോ. സുമ്മ ഖാല, പിന്നെ പറഞ്ഞു, വലാ കാന അഹദുഹുമാ ലാ യസ്തതിറു മിൻ ബൗലിഹി, ഒരാള് മൂത്രത്തിനെ തൊട്ട് തടസ്സമുണ്ടാക്കൂല. മറ്റൊന്നോ വക്കാനൽ ആഖിറു യംശി ബിൽ നമീമ, മറ്റൊരാൾ നമീമത്തുണ്ട്, എഴുന്ന് കേട്ട് അപ്പുറം പോയി അപ്പുറത്ത് ഇപ്പുറത്തേക്ക് വന്ന് വാട്സപ്പ് ഉണ്ടായാൽ പിന്നെ രക്ഷപ്പെടും. നാൻ പറഞ്ഞിട്ടില്ല, അത് മൊബൈല പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെടാല. അഹമ്മദ് കണ്ട ഇവിടെ ഇല്ലല്ല, എവിടെ ഉള്ളവരില്ലല്ല. وروى الإمام أحمد عن أبي أمامة رضي الله عنه قال مر النبي صلى الله عليه وسلم في يوم شديد الحد نحو بقيع الغرقد. ചൂട് കഠിനമായ ഒരു ദിവസം ബഖീഉൽ ഗർഖദിന്റെ ഭാഗത്തേക്ക് തങ്ങൾ നടന്നു. ബഖീഉൽ ഗർഖദ് അറിയാലോ, മദീനത്തെ ജന്നത്തുൽ ബഖീ, തങ്ങളെ കാൽഭാഗത്ത് തന്നെ കാണാമല്ലോ. വകാനന്നാസു യംശൂന ഖൽഫഹു, ജനങ്ങൾ തങ്ങളെ പിന്നാലെ നടക്കുന്നുണ്ട്. ഖാല ഫലമ്മാ സമിഅ സൗതൻ നിആലി, അങ്ങനെ ചെരുപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ വഖറ ദാലിക ഫീ നഫ്സിഹി, തങ്ങളെ മനസ്സിൽ അതൊരു ഗൗരവമുള്ളതായി തോന്നുന്നു. കാരണം ചെരുപ്പിന്റെ ഒച്ച അപ്പൊ അവര് സ്പീഡിലുള്ള നടത്തായി പോയിട്ടുണ്ടാകണം. ഫജലസ, അങ്ങനെ തങ്ങളറിയുന്നു. ഹത്താ ഖദ്ദമഹും അമാമഹു, അങ്ങനെ ഇവരെന്താക്കി തങ്ങളുടെ മുമ്പിലേക്ക് നിർത്തി. ഫലമ്മാ മർറ ബിബഖീഉൽ ഗർഖദ്, അങ്ങനെ ബഖീഉൽ ഗർഖദിലേക്ക് എത്തിയപ്പോൾ ഇദാ ബിഖബ്റൈനി ഖദ് ദുഫിനു ഫീഹിമാ റജുലൈനി, രണ്ട് ഖബർ കണ്ടു, അതിൽ രണ്ട് വ്യക്തികളെ മറമാടപ്പെട്ടിട്ടുണ്ട്. ഖാല ഫവഖഫ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചോദിച്ച്, മൻ ദഫൻതും ഹാഹുനൽ യൗമ, ഇന്നത്തെ ദിവസം ആരെയാണ് ഇവിടെ മറമാടിയത് എന്ന്. അപ്പൊ പുതിയ ഖബറാണ്. ഖാലു ഫുലാനൻ വ ഫുലാൻ, രണ്ടാളെ പറഞ്ഞു കൊടുത്തു. ഖാലു യാ നബിയല്ലാഹ് വമാ ദാക, തങ്ങൾ എന്താ ചോദിക്കാൻ കാരണമെന്ന് ചോദിച്ചു. ഖാല സല്ലല്ലാഹു അലൈഹി അമ്മാ അഹദുകുമാ ഫകാന ലാ യതനസ്സഹു മിനൽ ബൗലി, മൂത്രത്തിനെ തൊട്ട് എന്താവില്ല, ശുദ്ധിയാവില്ല. പാതി ഒഴിച്ച് പാതി എന്താക്കി ഇഷ്ടമല്ല ചെയ്യാൻ എണീച്ച് പോയിട്ട് അത് സ്വതന്ത്രമായിട്ട് റുക്കോഴ സ്വരൂപം ചെയ്യുമ്പോൾ അത് ബാക്കിയെല്ലാം ഒഴിക്കല്, കൗസലിന്റെ മൂത്രം വീച്ചല്. വഅമ്മൽ ആഖറു, മറ്റേതോ വകാന യംശി ബിൻ നമീമ, അത് മറ്റേ പറഞ്ഞ പോലെ തന്നെ. ഒന്നിക്ക് സംഭവം രണ്ടും രണ്ടാകാം. ഒന്നാ പക്ഷെ ഇതിലുള്ളത് ഇപ്പൊ പുതിയ ഫ്രഷ് ഖബറാണ്, ബഖീലുള്ളത്. പിന്നെയോ ഫളീലത്തുള്ളവർക്ക് ഫളീലത്തുണ്ട്. വാഹദ ജദീദത്തൻ റതുബത്തൻ, അങ്ങനെ ആ പച്ചയായത് ഏതായാലും ഉണങ്ങിയതല്ലാത്ത ഒരു ജദീദത്തെടുത്തിട്ട് ഫശഖ, അതിനെ മുറിച്ച് പൊടിയാക്കി. സുമ്മ ജഅലഹ അലൽ ഖബ്റൈൻ, അത് രണ്ടും ഓരോന്നിനെന്താക്കി ഓരോ ഖബറിന് മേലെ വെച്ച്. ഖാലു യാ നബിയല്ലാഹ് ലിമ ഫഅൽത ഹാദാ,
എന്തിനാ ഇങ്ങനെ ചെയ്തത്? ഖാല ലിയുഖഫഫ അൻഹുമാ, അവരെ തൊട്ട് അദാബ് അല്പം ലഘൂകരിക്കാനാണെന്ന് പറഞ്ഞു. ഖാലൂ യാ റസൂലല്ലാഹ് ഹത്താ മതാഹുമാ യുഅദ്ദബാനി, എത്ര മുതലാണ് അവർ അദാബെടുക്കപ്പെടുന്നത്? അല്ല, എത്ര ബരിയാണ് അവർ അദാബ് ചെയ്യപ്പെടുക? ഫഖാല ഗൈബുൻ ലാ യഅലമുഹു ഇല്ലല്ലാഹ്, അത് അള്ളാഹിൻ്റെ ഗൈബാണ്. വലൗലാ തമസ്സുഉ ഖുലൂബിക്കും, നിങ്ങളെ കൽബ് പൊട്ടിക്കീറിപ്പോകും. വതസയ്യുദുക്കും ഫിൽ ഹദീസ് ലസമിഅതും മാ അസ്മഉ, അതാ വർത്തമാനത്തിൽ നിങ്ങൾ ഏറ്റിപ്പറയുന്നത്, ഇത് ഇങ്ങനെ സംഭവം പറഞ്ഞാൽ എന്താക്കും? ഞാൻ കേൾക്കുന്നത് നിങ്ങൾ കേൾക്കുമായിരുന്നു, പക്ഷേ മനുഷ്യർക്ക് ഹിജാബിട്ട് കൊടുത്തു. അപ്പോൾ പച്ചക്കൊള്ളിയുടെ അതിൻ്റെ തസ്ബീഹാണ് ഇവിടെ വരുന്നത്. വമിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, ഏതൊരു സാധനവും തസ്ബീഹ് ചെല്ലും. ആ തസ്ബീഹ് ഹഖീഖിയാണോ അല്ലയോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മളെ ഇടത്തും ദഹ്ലൻ ശറഹ് കിതാബുണ്ടല്ലോ, സീറ, അതായത് തങ്ങളോട് പറഞ്ഞ സലാം പറഞ്ഞത് ഹഖീഖിയാണോ അല്ലേ? ഇബ്നു അറബി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിൻ്റെ ഹഖീഖത്ത് നിങ്ങൾക്കറിയില്ലെങ്കിലും നമ്മളപ്പോഴത്തെ കശ്മീർ ഹലുകാർക്ക് അത് പുത്തിരിയല്ല. അതുകൊണ്ട് നീ വേണം വിശ്വസിച്ചോ, നമുക്ക് അനുഭവമുണ്ട്. നിങ്ങൾ അവിടത്തേക്ക് എത്താത്തത് കൊണ്ട് തിരിയുന്നില്ല എന്ന് പറയണ്ട. അതെ, അതുകൊണ്ട് പച്ചക്കൊള്ളി കുത്തല് അത് വേറെ ഓടിയിട്ട് കവർ പൊട്ടാത്ത സാധനമായിരിക്കണം. വലിയ മരെല്ലാം കൊണ്ടുപോയി നട്ടാൽ എന്താക്കും? കവറെല്ലാം പൊട്ടിയും എല്ലാം വിണ്ട് കളിയും. അങ്ങനെ തന്നെ അവശേഷിക്കുന്ന കവറാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഓരോ ഔറത്തിൻ്റെ സ്ഥാനത്താണ്. അത് വെളിപ്പെട്ടിട്ട് അവശമായ രൂപത്തിൽ കണ്ടാൽ എന്താക്കും? ആളെല്ലാം തുപ്പനും തുറന്നു നോക്കും. അല്ലെങ്കിൽ ആൾ ഓടിക്കൂടിയിട്ട് ഇവിടെ അകപ്പാടെ പിന്നെ കുലുമാല പീസം വലിയ കിംബദന്തി വരുത്തിയാൽ മതി. പണ്ട് സൺഡേ ജമാഅത്തിൽ കബറിന്തിരാൾ എണീച്ച കഥ കേട്ടിട്ടില്ലേ? ഭയങ്കര സംഭവമില്ലേ? മുന്നിട്ടില്ല. എത്ര പാത്രത്തിലും മറ്റേ മീഡിയയിലെല്ലാം വന്നിട്ടില്ല. പള്ളി പുനർനിർമ്മാണം നടത്തുന്നു. ജലീൽ എഞ്ചിനീയർ എന്താക്കിയെന്നറിയോ? പള്ളിയുടെ പരിസരത്ത് കൂടിയിട്ട് പില്ലർ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഭീമുണ്ടാക്കിയിട്ട് പള്ളി വിധി വിട്ടാണ്. പള്ളി പൊളിക്കാണ്ട് നമ്മളുണ്ടാകും വിട്ട പരിപാടിയാണ്. അപ്പം ചിലർ പറഞ്ഞ് ഇവിടെ പരിസരത്ത് കബറുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അന്നേരം എന്ത് വേണം? അപ്പം അതിൻ്റെ മസാല കമ്മിറ്റിക്കാർക്ക് ശരിക്കും എത്തിയും കൊണ്ട് പഠിപ്പിച്ചു കൊടുത്തു. ചിലപ്പോൾ അങ്ങനെ തന്നെ ബാക്കിയുണ്ടാകും. അപ്പോൾ ഇവർക്ക് കിടക്കാനുള്ള അവകാശം, ഖിയാമത്ത് നാൾ വരെ കിടക്കാനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിലോ നശിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ഒരു മണ്ണൊരു ഭാഗത്തേക്ക് കൂട്ടിയിട്ട് അവിടെ പുനർനിർമ്മാണം നടത്താം. ഒരു കുയ്യെടുക്കലും ഉണ്ട്. കുയ്യെടുത്തുകൊണ്ട് വെക്കുമ്പോൾ ഒരു മൂട്ടുകല്ല് കണ്ടുപോലും. അപ്പം മൂട്ടലിന് കറാമത്ത് പറഞ്ഞ് കുറേ ആഴത്തിലാണ്, സാധാരണ ഭൂമി ലെവലിലല്ല. അപ്പോൾ ഒരു കാക്ക പറഞ്ഞ് ഇത് പണ്ട് കുറേ താണ്ടുണ്ടായി, ചീനക്കേത്ത് മണ്ണുണ്ടാണ്ട് ഞാനെല്ലാം തലയിൽ കടിച്ച് അളാം. അപ്പം പഴയ കബറെന്താക്കുമോ? മണ്ണിൻ്റെ അടിയിലുണ്ടാവും. അത് കറാമത്തൊന്നുമല്ല, അതൊന്നും വിശ്വസിക്കുന്നില്ല. കറാമത്ത് വിശ്വസിച്ചിട്ട് കുറച്ച് കയറിപ്പോയി, ഒരു ഭാഗത്ത് നിഷേധിക്കലുമായി. ഒരു കബറ് കണ്ടു എന്ന് പറഞ്ഞിട്ടൊരൊറ്റ വാർത്ത നോക്കുമ്പോൾ പയങ്ങാടി മൂട്ടം അങ്ങ് തുടങ്ങിയിട്ട് ഞാൻ 9 മണിക്കത്തെ ബസ്സിന് പോയി അവിടെ എത്തുമ്പോൾ സാധാരണ ഇത്ര വലിയ ജനക്കൂട്ട് ഈ പള്ളിയിൽ വരാൻ കാരണം എന്താ വിളിച്ചാൽ വിമേക്കാം ആർക്കും മരിച്ച. എന്നാലും ഇവിടുത്തെ പ്രധാനമന്ത്രി ചില കൂടി ഇത്ര ഉണ്ടാവില്ല. പിന്നെ ആയിരുന്നു ആ മംഗലം ഉണ്ടാണ്ട്? ഇതുവരെ പള്ളിയിൽ പറഞ്ഞൊരു മംഗലം നിൽക്കാൻ ആരും ഒരുമിച്ച് കൂടിയിട്ടില്ല. പിന്നെ എന്താണ് ഈ സംഭവം? ഒന്നും തിരിഞ്ഞില്ല. സിദ്ദീഖ് പള്ളി കഴിഞ്ഞിട്ട് നമ്മളെ സാലിമിൻ്റെ എന്താ പറയുക മനുഷ്യ കഴിഞ്ഞപ്പം തന്നെ കാറിൻ്റെ നിലയും ജനക്കൂട്ടം കൊണ്ട് കയറിയിരുന്നു. ഞാൻ ആകാംക്ഷയോടെ വണ്ടി കഴിഞ്ഞിട്ട് മുഖരിക്കാനോട് ചോദിച്ചു, എന്താ സമയം? നിങ്ങൾ അറിയില്ലേ കവർന്നൊരാൾ എണീച്ച് തസ്ബീഹമാല കഴുത്തിലുണ്ട് പോലും, പച്ച സാലാന്ന് പോലും പൊതച്ചണ്, അത്ര മണത്തിട്ട് അത് എടുക്കാൻ കഴിയുന്നില്ല. ആളെ എത്ത് നിന്നെങ്ങനെയാ? പിന്നെ ഒരൊറ്റ കിംവദന്തിയാന്ന് വരുന്നിട്ടൊക്കെ ആളങ്ങും കൂടി. അപ്പൊ പണിയെടുത്ത ആളുകളോട് ചോദിച്ചു, ഇവിടെ എന്താ കണ്ടെടുപ്പ്? ഒന്നുമില്ല, ഇങ്ങനെ മണ്ണ് വന്നി കൊടുക്കും, മീസാൻ കല്ലുണ്ട്, മൂട്ട് കല്ല് കണ്ടപ്പോൾ കേക്കോട്ടം നീക്കിയപ്പോൾ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് പണിയാടം നിർത്തിയിട്ട് കമ്മിറ്റിക്കാർ വരാൻ പറഞ്ഞു. എന്നാൽ ഇപ്പം ഉസ്താദ് വരട്ടെ, ഇപ്പം വരുമല്ല, വേണ്ട അവർ പറഞ്ഞാന്ന് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒരു പാര കൊണ്ടൊന്നും ഇങ്ങനെ എല്ലാം തുറക്കുക. തുറന്നിട്ട് എന്താക്കുക? ടോർച്ചടിച്ച് നോക്കി എന്താ അതിൻ്റെ അവസ്ഥ തിരിയുമല്ലോ. അതിനെ പറ്റി ഞാൻ വശം പറഞ്ഞു കൊടുത്തു.
ഞാൻ ചോദിച്ചു എന്താന്ന് ഒരാളെ കണ്ടണ, എന്താ വസ്ത്രം ധരിച്ചു? ഒന്നുമില്ല ഉസ്താദ്, ഒരു ഉണക്ക് തിരണ്ടിൻ്റെ മണം പോലും അതിൻ്റെ അകത്തുനിന്ന് അടിക്കുന്നില്ല. പിന്നെ ആളിങ്ങനെ കുടിച്ചു കാണുന്നുണ്ട്. അപ്പം പിറ്റേ ജുമൈഞ്ഞപാട് പറഞ്ഞ് എല്ലാ സ്ഥലത്തും ഇത്ര കാര്യപ്പെട്ട ആളെല്ലാം കിടക്കുമ്പോൾ നമുക്ക് ഉറൂസ് അങ്ങനെ അവൻ്റെ ജന്നത്തുൽ ബാക്കിയിൽ ഉറൂസ് കഴിഞ്ഞ പാട് പിറ്റേ ദിവസം ഇവിടെ തുടങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഉസ്താദ് മുജാഹിദാണ്. ഇവിടെ ആരുണ്ടായിനി? ഞാൻ പറഞ്ഞ ഓരോടെ പോയത് ഇതിനെ കൂടി ഇപ്പം കാണുന്നില്ലല്ല. പോകുമ്പോൾ ഞങ്ങൾക്ക് പൊടി കൂടി എന്നത്തെ ചുമ നീ പോകണോ ഒത്തുമ ഇത് നമുക്ക് എല്ലാവരും കൊണ്ട് ദ്വാരിപ്പിച്ചിട്ട് വിട്ടൂടെ. അപ്പം ആദ്യമാറ് മുജാഹിദായി. അത് മറ്റൊരു വാർത്ത. ഒരാൾ പാചകം വിചാരിക്കുന്ന പഠിച്ചവനെ എടുത്ത കാന്യന്മാരെയും കമ്മിറ്റിക്കാരനെ നീ സുന്നിയാക്കണേ പഠിച്ചവനെ എന്ന്. ഇത് ഞാൻ കേട്ടപ്പോൾ ബാക്കി പോയിട്ട് പറഞ്ഞു ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ചെടി നട്ടിട്ട് അതിന്റെ തസ്ബീഹ് കിട്ടുന്നില്ല പ്രതീക്ഷ. അതെ, അവല കൊണ്ടും ആ മയ്യത്തിന് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും അതിന്റെ കഷ്ടോടു കൂടിയും വ്യക്തമായ സ്വരത്തിൽ എന്തായി തസ്ബീഹോ ദിക്റോ ചെല്ലിയാ മയ്യത്തിന് തസ്ബീഹ് കിട്ടുന്ന അവല കൊണ്ടും ചിന്തിക്കാലോ. ഇതെന്തിനു പറയും? ഇത് മങ്കൂല്. മങ്കൂൽ എന്ന് പറഞ്ഞാൽ ഹദീസിൽ നഖൽ ചെയ്യപ്പെട്ടു. മറ്റേതോ മഹക്കൂല്. മറ്റൊന്നിലൊക്കെ വന്നാൽ ഇത് മന്തൂക്കാണ്, മറ്റേതോ മഫ്ഹൂമാണ്. അപ്പൊ കുറച്ച് പറഞ്ഞിട്ട് എന്താക്കും? ബുദ്ധി അടുത്തേക്ക് ചെലവാക്കും. അപ്പം അവർ കരക്കുന്ന യാസീൻ ഓതലി, അതുപോലെ ഇഖ്ലാസ് ഓതലി, പല കാര്യങ്ങളും എന്തും. അബ്ദുൽ മുഹമ്മദ് ഷെറാനി അവിടെ നോക്കിയാൽ കാണാം ഖവാദി സൂഫിയ എന്ന് പറഞ്ഞു. നീ ഒരു വലിയന്റെ കബറിനടുക്കൽ പോയിട്ട് നീ എന്താ ഓതുന്ന് അതിൽ അവർ സഹകരിക്കുന്നുണ്ട്. നീ യാസീൻ ഓതിയ ഓറും യാസീൻ ഓതും, ഖുർആൻ ഓതിയ ഖുർആൻ ഓതും, തസ്ബീഹ് ചെല്ല തസ്ബീഹ് ചെല്ലും, ദുആ എടുക്കുമ്പോൾ ആമീൻ പറയും. അത് നീ ചിലപ്പം തസ്ബീഹ് കിട്ടാത്തവനായോണ്ട് അനുഭവിക്കില്ല. ഞാൻ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് എന്നെ നീ വിശ്വസിച്ചു. ഈമാനും ബിൽ ഗൈബൈത്ത് ഖവാദി സൂഫിയ അവിടെ തന്നെ നോക്കിയാൽ കാണാം. പച്ച കളറുള്ള കിതാബാണ്, 2 ജിൽദാണ്. പച്ചക്ക് മാത്രമേ ഉണങ്ങിയാലേ. പക്ഷെ അതിന് പച്ചക്കൊരു ഹായത്തിന് മറ്റാകുമ്പോൾ ജമാതാവുമല്ല. ജമാദാത്തിനും അതിൻ്റെതായ ഹയാത്തുണ്ടെന്നാണ്. ഏറ്റവും കുറഞ്ഞ പടിയതാ ജമാദ്. അത് വിട്ടാ നബാത്ത്. നബാത്തിന് വളർച്ചയുണ്ടെന്നും അതിന് ഷുഹൂറുണ്ടെന്നും ഇന്ന് ശാസ്ത്രം തെളിയിച്ച കാര്യമാണ്. ജമാദിലെ ഖിലാഫുള്ളൂ. ഒരു വസ്തു മൊഴിവില്ല ഇല്ല യുസബ്ബിഹു ബിഹംദി. ഇനി വഹിമ്മിന്റെ അപ്പുറം ഇനി ഉൾമുഖം എന്താ വേണ്ടത്? അതവിടെ അടുത്ത ക്ലാസ്സിൽ വരൂ. ഈ കബറിന് മേലെ ചെടി വളർന്ന് പന്തലിക്കുന്നത് കബറിലെ ആളുകളുടെ പ്രത്യേകത കൊണ്ട് അങ്ങനെ കാണുന്നുണ്ട്. പെൺകൊണ്ടാന്ന് പറഞ്ഞെങ്കിൽ മൂപ്പർ ഉപയോഗിച്ച മിസ്വാക്കാന്ന് വളർന്നത്. അതിപ്പം ഭയങ്കരം പള്ളിയാണ്. ആ തലപ്പുറം നന്നൊക്കെ ഉണ്ട്. അതിനവിടെ ഇവിടെ ഇല്ലേ മറ്റേ സ്ഥലമില്ലേ ഇപ്പം ചക്കരക്കരന്നുള്ളോട്ട് പോയിട്ട് അവിടെ ഭയങ്കര പള്ളിയില്ലേ? മാബയിലല്ലേ? മാബയിൽ ബിൽഡിംഗ് അല്ലേ? ഈജിവേലി. നമ്മുടെ ഖാദി ഹുസൈൻ എന്ന് പറഞ്ഞോളെ കബറുണ്ട്. നമ്മുടെ ഫിഖിലെ ഖാദി ഹുസൈൻ അല്ല, വലിയൊരാളെന്ന് പറഞ്ഞു. അവിടെ ഉണ്ടങ്ങനെ. കമ്മാടം വലിയൊരു മരം. പിന്നെ മറ്റേ ഹജ്റത്തിൻ്റെ ആള് തന്നെ. പിന്നെ ഇതില്ലേ പഞ്ചവടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ചവക്കാട്ട് പോകുന്ന വഴിക്ക്. പഞ്ചവടി നമ്മൾ ഇന്നടക്ക് പോയിനോടെ അവിടെ മൂപ്പർ കുത്തി നടന്ന പടിയാടെ വന്നു. അത് അങ്ങനെ തന്നെ വളർന്നത്. ഉള്ളോട്ടല്ലേ? ആടെയും മരുണ്ട്. ഈ പഞ്ചവടി നമ്മൾ കുറച്ച് മുമ്പ് പോയതാണ്. അമ്മ നബിയിലും ആളെല്ലാം കുടിച്ച് ഇന്നുണ്ടായിട്ടില്ല. എന്നിട്ടില്ല അവിടെ 500 റുപ്യക്ക് എല്ലാ ടെസ്റ്റും നടത്തുന്നുണ്ട്. നമ്മ ബ്ലഡും അതെല്ലാം കൊടുത്തേ. അത് റൈഹാൻ വെക്കണമെന്നില്ല ഫിഖിന്റെ കിതാബിൽ പറഞ്ഞു. പക്ഷെ റൈഹാൻ ഇപ്പൊ ഇവിടെ ഒന്നും വളരണമൊന്നുമില്ല.
നാഗദന്തിയെ നമ്മുടെ എല്ലാം പറ്റുന്നത്. അതുകൊണ്ട് ഭയങ്കരം പേര്. പഞ്ചവടിയും പറയുന്നത് പറയാൻ പറ്റാത്ത പറഞ്ഞ് ഓരോ കൊടുത്ത് നടന്നൊരു വണ്ടിയാന്ന് അത് മുളച്ചത്. എന്നിട്ട് ആ മക്കാമ് വിപുലീകരിക്കാൻ നോക്കുമ്പോൾ മുറിക്കാൻ നോക്കിയിട്ട് പാമ്പ് വന്നിട്ട് ഇങ്ങനെ പത്തി എടുത്ത് നിൽക്കുന്നുണ്ട്. കമ്മിറ്റിക്കാരൻ പിൻവലിച്ചു. ആ മരം അങ്ങനെ വേണ്ടിപ്പാണ്. അടിമലിയ വരണ്ട് പൂക്കോടില്ലേ. ചുരുക്കത്തിൽ ഈ അദാബ് കണ്ടിട്ട് നിങ്ങൾ പേടിച്ച് ഇതാകും, അല്ലെങ്കിൽ പിന്നെ എന്താക്കും, അതിനെപ്പറ്റി നീണ്ട സംസാരങ്ങൾ പല സ്ഥലത്തും ചർച്ചയും സംസാരമായിട്ട് മാറും. അതുകൊണ്ട് അത് കേൾവി തടഞ്ഞു വെച്ചു എന്നാണ് പറഞ്ഞു. അത് മുമ്പ് പറഞ്ഞല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ ദഫൻ ചെയ്യാൻ ഒഴിവില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഹൗല സൗതിഹി ശരീഫി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം, തങ്ങളുടെ ശബ്ദത്തിന് പ്രത്യേകത ഉണ്ടെന്നാണ്. എത്രയോ ദൂരത്ത് ശബ്ദം കേൾക്കും. അതാ പറയുന്നത്, കാന സൗത്തുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഗായത്തിൻ മിനൽ ഹുസ്ൻ, ഭംഗിയാല് അങ്ങേയറ്റമാരും തങ്ങളെ സൗത്ത്. അതെല്ലാം ഉണ്ടല്ലോ. വഖദ് അതാഹുല്ലാഹു തആല ഖുദ്റതൻ ഫിൽ ഇസ്മാ, അതുപോലെ ആ ശബ്ദം കേൾപ്പിക്കുന്ന വിഷയത്തിൽ അല്ലാഹു തആല പ്രത്യേകമായ ഒരു കഴിവാണ് കൊടുത്തത്. വബുലൂഖി സൗതിഹിൽ മസാഫാത്തി ശാസിഅ, ദൂരമേറിയ മസാഫാത്തുകൾ തങ്ങളുടെ ശബ്ദം കേൾക്കും. വൽ അമാകിനിൽ വാസിഅ, അതുപോലെ വിശാലമായ സ്ഥലങ്ങളിലേക്ക്. അല്ലത്തി ലാ യബ്ലുഗുഹാ സൗതു ഗൈരിഹി, മറ്റുള്ള ആളെ ശബ്ദത്തിലെത്തൂല. അതിനല്ല മൈക്ക് വെച്ച് ഉപയോഗിക്കുന്നു. റവത് തിർമിദി അൻ അനസ് റളിയല്ലാഹു അൻഹു ഖാല മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ഹസനൽ വജ്ഹി ഹസനൽ സൗത്ത്, ഒരൊറ്റ നബിയെയും അല്ലാഹു തആല അയച്ചിട്ടില്ല നല്ല മുഖ സൗന്ദര്യമുള്ളവരും നല്ല ശബ്ദമാധുര്യമുള്ളവരും ആയിക്കൊണ്ടല്ലാതെ. എല്ലാവരും നബിമാർക്കുണ്ടത്. കാരണം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ അത് പര്യാപ്തമാകണം. വക്കാല നബിയുക്കും എന്ന നിങ്ങളെ നബി എന്ന് പറഞ്ഞാൽ ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്സനഹും വജ്ഹൻ, അല്ലാഹു തആല മുമ്പ് അയച്ച എല്ലാ മുർസലീങ്ങളെക്കാളും എന്ന് തന്നെ അഹ്സനായ വജ്ഹാണ്, അഹ്സനഹും സൗത്താൻ. അവിടെ ദർശനമൊക്കെ അമ്മ ഖൗലുഹു ഫി ഹദീസിൽ മിഹ്റാജി, മിഹ്റാജിന്റെ ഹദീസിൽ യൂസുഫ് അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു. ഫൈദാ നബി റജുലിൻ, ഞാനൊരു റജുലിനെ കണ്ട് എന്ന് പറഞ്ഞാൽ ആരെ കണ്ട്? യൂസുഫ് അലൈഹിസ്സലാമിനെ. അഹ്സന മാ ഖലഖല്ലാഹു, അല്ലാഹു തആല പടച്ചതി കൂട്ടത്തിൽ ഏറ്റവും സുന്ദരനായിട്ട്. അപ്പൊ യൂസുഫ് നബി ഒന്നും പറയുന്നതാണ്. ആ ഹദീസിന്റെ അല്ലാഹു ഇപ്പം എന്താ വന്നത്? പക്ഷെ അങ്ങനെ സംഗതിയുള്ളതോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഴിച്ചാലേ യൂസുഫ് അലൈഹിസ്സലാമിന് സൗന്ദര്യമുള്ളൂ. അതെ, ഹുസ്ന് കൊണ്ട് ജനങ്ങളെ മറികടന്നിട്ടുണ്ട്. കൽ ഖമരി ലൈലത്തുൽ ബദ്രി അലാ സാഇരിൽ കവാകിബി, മറ്റുള്ള നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് പൂർണ്ണ ചന്ദ്രന്റെ രാത്രിയിൽ എങ്ങനെയുണ്ട് അതുപോലുണ്ട് എന്ന് പറഞ്ഞു. കമാ ഫീ റിവായത്തിൽ ബൈഹഖി വത്തബറാനി വബിന ഐദിൻ. അപ്പോൾ ചുമത്തണം തങ്ങളോടല്ല ഖിയാസ്, തങ്ങളങ്ങോട്ട് മാറ്റി നിർത്തും. അത് ചിലത് ഖിയാസ് പറയുമ്പോൾ എന്താക്കും? അള്ളാനെ മാറ്റി നിർത്തും, കാരണം അവൻ കദീമായതുകൊണ്ട്. അതെ, അതുപോലെ തന്നെ ചിലത് പടപ്പുകളും താരതമ്യം ചെയ്യുമ്പോൾ എന്താക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പെടുത്താതെ കണ്ട് ഒഴിച്ചു നിർത്തും. അത് അക്മലായ രൂപത്തിൽ. അതാണ് ഫയുഹമ്മലു ദാലിക അലാ അന്നൽ മുറാദ ഗൈറുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഒഴികെയുള്ള ഹസനുന്നാസാണ്. ഓടുന്നുണ്ടപ്പ വയുഅയ്യിദുൽ ഖൗലു ബിഅന്നൽ മുതകല്ലിമ ലാ യദ്ഖുലു ഫീ ഉമൂമി ഖിതാബി, അത് ഉസൂലിന്റെ ഒരു ഖായിദയാണ്. നമ്മൾ ഉസൂൽ ഫിഖ് അറിയില്ലേ? ഈ ഖിതാബിൽ മുതകല്ലിമ് പെടുകയോ ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ പെടുമെങ്കിൽ പിന്നെ മുതകല്ലിമ് തന്നെ മുഖാത്തബയില്ലേ? നമ്മ 3 സ്റ്റേജല്ലേ ഇപ്പൊ ഉണ്ടാക്കല്. ഒന്നേതാന്ന്? ഫസ്റ്റ് ഏതാന്ന്? മുതകല്ലിമ്. സെക്കൻഡ് ഏതാണ്? മുഖാത്തബ്. തേർഡ് ഏതാണ്? ഗായിബ്. അപ്പോൾ മുതകല്ലിമ് ആര് പെടൂല? മുഖാത്തബിൽ പെടൂല എന്ന് വെക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ മാറ്റി നിർത്തിയല്ലോ. വയസ്സാദ്. അപ്പൊ മൂപ്പർ എന്താക്കി എന്നറിയോ?
ഉസൂലിന്റെ ഖവായിദ് വെച്ചിട്ടാണ് അന്നൽ മുതകല്ലിമ ലാ യദ്ഖുലു ഫീ ഉമൂമി ഖിതാബിഹി എന്ന് പറഞ്ഞത്. ഇനി വഅശ്ഹദു ലഹു ഖൗലുഹു ഫീ റിവായത്തി മുസ്ലിമിൻ ഫൈദാ ഹുവ യൂസുഫു ഖദ് ഉഅതിയ സത്റൽ ഹുസ്നി എന്ന് പറഞ്ഞു. സൗന്ദര്യത്തിന്റെ പകുതി ഉടുക്കപ്പെട്ട ആളാണ് ആര്? യൂസുഫ് അലൈഹിസ്സലാം. അപ്പൊ തങ്ങൾക്ക് മുഴുവനും കൊടുത്താൽ പിന്നെ ഡബിളായില്ലേ? قال ابن المنير المراد أن يوسف أعطي شطر الحسن الذي أوتيه نبينا صلى الله عليه وسلم. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുത്തതിന്റെ പകുതിയാണ് ആർക്കുള്ളത്? യൂസുഫ് അലൈഹിസ്സലാം. ഇപ്പം സംഗതി ശരിയായില്ലേ? മുപ്പത് ഹദീസിനെ നല്ലപോലെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. وفي الصحيحين عن البراء بن عازب رضي الله عنه قرأ رسول الله صلى الله عليه وسلم في العشاء والتين والزيتون എന്ന സൂറത്ത് ഓതി. فلما أسمع صوتا أحسن منه, തങ്ങളെക്കാൾ ഭംഗിയുള്ള സൗത്തിനെ ഞാൻ കേട്ടിട്ടേ ഇല്ല. അതാണ് ബറാഇ ഇബ്നു ആസിബ് തങ്ങളാണ് പറയുന്നത്. وروى أبو الحسن بن الضحاك رضي الله عنه جبير بن مطعم قال كان النبي صلى الله عليه وسلم حسن النغمة. നഗ്മത്ത് എന്ന ശബ്ദം തന്നെ, ഒച്ച, അതിലേറ്റവും ഭംഗിയുള്ളവരായിരുന്നു എന്ന് ജുബൈർ ബിൻ മുത്തൈം റിപ്പോർട്ട് ചെയ്യുന്നു. വഫീ ഹദീസി ഉമ്മു മഅബദിൽ മുതഖദ്ദിം, ഉമ്മു മഅബദ് മുതഖദ്ദിം ഹദീസിന സിഫത്തെ. ഉമ്മു മഅബദ് എന്ന് പറഞ്ഞു കാന ഫീ സൗതിഹി സഹലുൻ, ഓറ ശബ്ദത്തിൽ സഹൽ ഉണ്ടായിരുന്നു. സഹൽ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയില്ല. ആ ചായക്ക് മധുരമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, നല്ല മധുര എന്ന് പറഞ്ഞാൽ ഈ ഇബാറത്തുകൊണ്ട് പറയാൻ കഴിയുന്നില്ല. قال ابن نصير السحل എന്നുള്ളത് بفتح الصاد والحاء സഹൽ കൽബഹത്തി വല്ല യകൂന ഹാദ സൗതി. അപ്പൊ അതിനെന്താക്കണം? നെഗറ്റീവായിട്ട് പറയാ. ശബ്ദം കേട്ടാൽ ഒരു അറപ്പും മറപ്പും തോന്നുന്ന ചറപറ ശബ്ദം ഉണ്ടല്ലോ, അങ്ങനെയല്ല. കേട്ടാലും പിടിയാത്ത ശബ്ദം എന്ന് നൽകാനും വെക്കാം. അത്രേ നമുക്ക് ആവതുള്ളൂ. വക്കാന, ഇത് വലിയൊരു ഇബാദത്താന്ന് നബി സല്ലല്ലാഹു അലൈഹി പറ്റി പരിപാടിയിൽ അവലിയാക്കളെ പറ്റി പറയുന്നതിനെ പറ്റി പറയൂ. വക്കാന സൗതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശബ്ദം യബ്ലുഗു ഹൈസു ലാ യബ്ലുഗു സൗതു ഗൈരി, മറ്റുള്ളവരുടെ ശബ്ദം എത്തിച്ചേരാത്ത സ്ഥലങ്ങളിലേക്ക് എത്തും. ഫഅനിൽ ബറാഇ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹു ഖാല ഖതബനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കൊരു ഖുത്ബ ഓതി. ഹത്താ അസ്മഅൽ അവാതിക ഫീ ഖുദൂരിഹിന്ന, വീടുകളിലെ മറനുള്ളിൽ താമസിക്കുന്ന ആ ഭാഗത്തെ പെണ്ണുങ്ങളുണ്ടല്ലോ, അവരൊക്കെ കേട്ടു. അപ്പം പരിസരങ്ങളും കഴിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിലേക്ക് എത്തിയ ശബ്ദം. അപ്പോഴാണ് ചില സ്ത്രീകൾ തങ്ങളെ ശബ്ദം കേട്ടു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് വെച്ചിട്ട് ഇപ്പോഴത്തെ മുത്തക്കബീറും ജമ്മാറിനും പറഞ്ഞ് ഓരോ സഫിലുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായാല് ഞാൻ ചോദിച്ചല്ല, കാവലപ്പറമ്പത്തെ പാട്ടെന്താക്കും പള്ളിയിലേക്ക് കേൾക്കും. അതുകൊണ്ട് ഞാൻ അമ്പലത്തിലുണ്ടെന്നോ അല്ല അമ്പലക്കാരെ പള്ളിയിലുണ്ടെന്നോ അർത്ഥം വെക്കേണ്ടത്. രാവിലെ മേക്ക് സെറ്റ് ഓണാക്കിയിട്ട് അങ്ങോട്ട് വെക്കും. അതെന്ത് ഇസ്തിംബാത്താണിത്? ഇവരെ ഇസ്തിംബാത്ത് മറ്റുള്ളവരെ സ്വീകരിക്കണമെങ്കിൽ ഹക്കായ ഇസ്തിംബാത്ത് എന്തുകൊണ്ട് സ്വീകരിച്ചൂടാ? അവാത്തിക്ക് എന്ന് പറഞ്ഞാൽ ജംഉ ആതിഖ്, വഹിയ ശാബത്തു അവലമാ തുദിരിക്കും, പ്രായപൂർത്തി എത്തിയ ഉടനെയുള്ള സ്ത്രീകൾക്കാണെന്ന് പറയുന്നത് ആതിഖ്. ബാഗാനായുണ്ട്. വഖീല അല്ലത്തി ലം തൻഫസിൽ അൻ വാലിദൈഹ വലം തസവ്വജ്, കല്യാണം കഴിക്കാത്തത് കൊണ്ട് മാതാപിതാക്കന്മാരെ വിട്ടുപിരിയാതെ ജീവിക്കുന്നുണ്ട്. വദഖദ് അദ്റകത് വശബ്ബത്. ഇനി ഖുദൂർ എന്ന് പറഞ്ഞാൽ എന്താ? ഫഹുവ സിത്റു, മറ. വയുത്തലഖു അലൽ ബൈത്തി ഇൻ കാന ഫീഹി ഇംറാത്തുൻ, പെണ്ണുങ്ങളുള്ള പരക്ക് ഖുദൂർ എന്ന് പറയും, കാരണം മറണ്ട്. വയില്ലാ ഫല, പെണ്ണുങ്ങളില്ലെങ്കിൽ എന്താ പറയൂല? ഖുദൂർ എന്ന് വീട്ടിനെ പറയൂല. കേട്ടാ? അപ്പോ അവാത്തിക്ക് പോലും കേട്ട് എന്ന് പറഞ്ഞ് അത് എടുത്തു പറയാൻ കാരണം എന്താന്ന് അല്ലേ? വൈന്നമാ ഖസ്സഹുന്നൽ ബറാഉ ബിദ്ദിക്ർ, അത് പറയൽ കൊണ്ട് ബറാഅ റളിയല്ലാഹു അൻഹു ഖാസാക്കിയത് ലിബുഅദിഹിന്ന വഹ്തിജാബിഹിന്ന ഫിൽ ബുയൂത്ത്, വീടുകളിൽ മറഞ്ഞിരിക്കുന്നത് കുറച്ച് അകലം പാലിക്കുമല്ലോ എന്നുള്ള നിലക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജമാഅത്തിന് സഫിൽ വന്നിട്ട് ഇരുന്നല്ല,
ഫസമാഉഹുന്ന സൗത്തുൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ ശബ്ദം കേൾക്കൽ, സൗത്തൻ നബിയ്യി, വഹു ഫിൽ മസ്ജിദി, തങ്ങളാണെങ്കിലോ പള്ളിയിലാണ് ഉള്ളത്, വഹുന്ന ഫീ ഖുദൂരിഹിന്ന, അവരാണെങ്കിലോ മറക്കുള്ളിലാണ് ഉള്ളത്. ആയത്തുൻ ദാലത്തുൻ അലാ ഖുവ്വത്തി സൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ശബ്ദം എന്തായിരിക്കും? നല്ല കൂവത്തുണ്ട്. അത് അട്ടഹാസിച്ചുകൊണ്ടല്ല, അതെ, അട്ടഹാസിച്ചുകൊണ്ടല്ല, അതിന്റെ നോർമൽ ശബ്ദമാണ്. കാരണം ഇഫ്രാത്ത് ഉണ്ടാവില്ല, തഫ്രീത്ത് ഉണ്ടാവില്ല എന്നല്ല. പക്ഷെ ഓർ സമ്മതിക്കൂല, മേജുണ്ടെന്നെ സമ്മതിക്കുന്നില്ല. وبلوغه حيث لا يبلغ صوت غيره كما في شرح الزرقاني على المواهب. സുർഖാനി ഷറഹ് എന്ന് പറഞ്ഞാൽ മവാഹിബ് 8 വള്ളിയുണ്ട്. മവാഹിബുല്ലതിൻ്റെ ഖസലാൻ ഇമാമിൻ്റെ അതിൻ്റെ ഷറഹാണ് ഇത് സുർഖാനി. وعن عبد الرحمن بن معاذ التيمي رضي الله عنه قال خطبنا رسول الله صلى الله عليه وسلم بمنى. മിനയിൽ വെച്ചിട്ട് ഒരു ഖുതുബ ഓതി. ഫഫത്തഹത്ത് അസ്മാഅന, നമ്മുടെ കാതുകൾ മുഴുവനും അത് തുറന്നു, എല്ലാവരും കേട്ടിട്ടുണ്ട്. ഹത്താ കുന്നാ നസ്മഉ മാ യഖൂൽ, തങ്ങൾ പറയുന്ന കാര്യം നമുക്ക് ശരിക്കും കേൾക്കാൻ കഴിയുന്നുണ്ട്. എവിടെ? വനാനു ഫീ മനാസിലാണ്, നമ്മൾ ഇരിക്കുന്ന മനസ്സിലാണ് ഉള്ളത്. ഫതഫിക യുഅല്ലിമുഹും മനാസികഹും, ഹജ്ജിന്റെ ഹക്കാമുകൾ മുഴുവനും തങ്ങളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹത്താ ബലഗൽ ജിമാറ, അങ്ങനെ ജിമാറിലേക്ക് വരെത്തി. ജംറ ഫവളഅ ഇസ്ബഅൈഹി, അങ്ങനെ തങ്ങളെ 2 വിരൽ വെച്ച് സബ്ബാബത്തൈനി വെച്ചിട്ട് സുമ്മ ഖാല, പറഞ്ഞു ഇർമൂ ബി ഹസൽ ഖദ്ഫി, ഇങ്ങനെ എറിയാമെന്ന. അതായത് വലിയ കുട്ടക്കല്ലും കൊണ്ട് ഇടുന്ന പോക്കല്ല, വലിയ ചെത്തുകല്ലെടുത്തിട്ട് പോവുക. ചൈത്താൻ എറിയാൻ ഭയങ്കര കടുപ്പാണ് ചൈത്താനോട്. ഞാറബേ തലേന്ന് തന്നെ എന്തെല്ലാം ആക്കുന്നുണ്ടാകുന്ന ചൈത്താൻ എറിയാനെന്ന് പായിക്കാൻ. എന്തിന് ഇത്ര വലിയ വലിയ ചെറിയ കല്ലെന്ന് പറഞ്ഞാൽ ഓൻ പോവല്ലോ ഉസ്താദ്, നമുക്ക് ഉറുമത്താവുന്നില്ല എന്നാണ്. എത്ര ഫിഖിൽ പറഞ്ഞത്? കഥയിൽ ബാക്കില്ല, അവരൊക്കെ ഗുരുവിന്റെ വലിപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ബാർക്കാൻ ഉപയോഗിക്കുന്ന അരയിഞ്ചാണ്, അതായത് അതന്നെ കുറച്ച് വലുതാണ്. അതിന് മൂർച്ച കൊണ്ടുകൊണ്ട് കറാഹത്താന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം ആരും മേത്ത് കെട്ടിയാൽ മുറിയും, അത്രേ എറിയാൻ പാടുള്ളൂ. അവരൊക്കെ ബാക്കില്ല തന്നെ, അവരൊക്കെ പറക്കണം. ഈ സാർസ് പനി വന്നിരുന്നു, ഭയങ്കര തുപ്പിലാളുകളായിട്ടാണ് പറയുന്നത്. പക്ഷേ അവർ സ്റ്റെറിലൈസ് ചെയ്തിട്ട് പാക്കറ്റായിട്ട് കൊടുത്തിരുന്നു ആ സമയത്ത്. കുട ഉണ്ടായിരുന്നില്ല, കുട കൊണ്ട് മുസാഫ് കൊണ്ട് ഒരാളിന് ഹദീസിനെ കിതാബ് എറിഞ്ഞിട്ട് ഞാൻ എടുക്കട്ടെ പറഞ്ഞതാ അപകടമേ നമ്മുടെ എല്ലാം പറഞ്ഞു. ആ ഭയം കണ്ടല്ലോ കണ്ടേ, ശൈത്താനോടെ ദേഷ്യം കൊണ്ട്. ശൈത്താനോടെ പോക്കറ്റിൽ തന്നെ ഉണ്ട്, കുറെ പിടിച്ചു കുറച്ച വിഷയിച്ചാ പോയി അതിന് വെച്ച് വെച്ചു. وروى أبو نعيم عن عائشة رضي الله عنها قالت جلس رسول الله صلى الله عليه وسلم يوم الجمعة على المنبر. മിമ്പറിന്റെ മേലെ വെള്ളിയാഴ്ച ഇരുന്നു. ഫഖാല ലിന്നാസ്, ജനങ്ങളോട് പറഞ്ഞു, ഇജ്ലിസൂ, നിങ്ങൾ അവിടെ ഇരിക്കുന്നു. ഫസമിഅഹു അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു, അവിടെ വേറെ സ്ഥലത്താണ്. വഹുവ ഫീ ബനി ഖനം, അത് ബനി ഖനം എന്ന് പറഞ്ഞാൽ മുഅജമത്തിൻ മഫ്തൂഹത്തിൻ വനൂനിൻ സാക്കിനത്തിൻ, ഫനൂൻ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത അക്ഷരം സാക്കിനത്തായ നൂന്, ഫമീമുൻ. ബാത്തിനും മിനൽ ഖസ്റജ്, ഖസ്റജിൽപ്പെട്ട ഒരു തറവാടാണ്. കുറച്ച് ദൂരം ഉണ്ടാവും. ഹൗസ് ഖസ്റജല്ലേ അവിടെ ഉള്ളത്. അപ്പൊ ഈ ശബ്ദം കേട്ടപ്പോൾ ഫജലസ മക്കാനഹു, മൂപ്പർ അറ്റിരുന്നു. തങ്ങളുടെ മദീനത്തെ പള്ളിയിൽ പറയുന്നുണ്ട് ഇജ്ലിസൂന്ന്, അതുകൊണ്ട് എന്താക്കാൻ നമ്മൾ ഇരിക്കുന്നു. അപ്പൊ ഇതിൽ 2 ദലാലത്തുണ്ട്. തങ്ങളുടെ ശബ്ദം ഇത്രയും ദൂരം കേൾക്കും, ഒന്ന്. മറ്റൊന്നോ അവർക്ക് കേൾക്കാനുള്ള കറാമത്തുണ്ട്, 2. മൂന്നാമത്തത് തങ്ങളെന്താ കൽപ്പിച്ചത്, അത് എവിടെ എങ്ങനെയാണെന്നൊന്നും ചോദ്യമില്ലാതെ കൊണ്ട് അപ്പടി അങ്ങ് സ്വീകരിക്കാൻ. സഹാബത്തിന്റെ ആ ഇംതിസാലുൽ അംർ,
എന്താ പറയുന്ന വഹാദ മുബാദറത്തും ഫിംതിസാലി അംദിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൽപ്പന അപ്പോഴനുസരിക്കല അവിടെ ഉള്ളത്. മഅന്നഹു ലൈസ മഅമൂറൻ ബിദാലിക ഇരിക്കണം എന്ന് പറഞ്ഞതിൽ ആരും പെട്ടിട്ടില്ല. അബ്ദുല്ലാഹിബ്നു റവാഹത്തിന് ബാധകമല്ല. എന്നാലും കാരണം ലിഅന്ന അംറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മുവജ്ജഹു ലിൽ ഹാദിരീന ലിൽ ഖുതുബത്തി ഖുതുബയ്ക്ക് ഹാജരായവരോടാണ് തങ്ങൾ പറഞ്ഞത് ഇജ്ലിസൂൻ ബിൽ ജുലൂസ് വലാകിൻ കമാലുൽ അദബി യഖ്തലി ദാലിക തങ്ങളുടെ വാക്ക് ഇജ്ലിസൂന്നല്ലേ. അപ്പോൾ മൂപ്പർ എന്താക്കിയാണ് ദൂരത്ത് ഇരുന്ന് കളഞ്ഞു. ഫൻദുർ ആദാബ സഹാബത്തി മഅഹു അപ്പോൾ ഈ ഹദീസിനോടൊപ്പം എന്താക്കണം സഹാബത്തിൻ്റെ ആദാബും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണേ. ഇനി വറവ ഇബ്നു മാജ അൻ ഉമ്മി ഹാനി റളിയല്ലാഹു അൻഹു ഖാലത് കുന്നാ നസ്മഉ ഖിറാഅത്തൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജൗഫിൽ ലൈലി ഇൻദൽ കഅബത്തി വഅന അലാ ഹദീസി അയ അലാ സരീരി. ഉമ്മു ഹാനി ആരാണ്? അബൂ താലിബിൻ്റെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി സമയത്ത് കഅബത്തിനടുക്കുന്ന ഓതുന്ന ഓത്ത് നമ്മ കേൾക്കും. ഞാൻ എൻ്റെ പല കട്ടില്ല. അപ്പോൾ സഫീന വന്നത് നല്ല ഉള്ളത് അത് മുത്തക്കബ്ബിറുൻ ജബ്ബാറിനെ കണ്ടുപിടുത്താം. അത് നമുക്ക് വേണ്ട. ഹരീഷ് ഞാൻ എൻ്റെ പലിയിൽ കട്ടിമുത്തുന്നുണ്ട് അലാ ശരീരി. അപ്പോൾ ഫസമാഉഹാ ദാലിക വഹിയ ദാഖിലുൻ ബൈതഹൽ ബഈദ അൻ മകാനിൽ ഖിറാഅ ഖിറാഅത്തിൻ്റെ സ്ഥലവും വിട്ട് ദൂരത്തായ വീട്ടിലാണ് ഉള്ളിലാണ് ആരുള്ളത്? ഉമ്മു ഹാനി ബീവി. ദലീലുൻ അലാ അന്ന സൗതഹു ശരീഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം കാന യബ്ലുഗു മകാനൻ ലാ യബ്ലുഗുഹു ഗൈറുഹു മറ്റുള്ളവരുടെ ശബ്ദം എത്തിച്ചേരാത്ത സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതിന് ദലീലാണ്. ഫസുബ്ഹാന മൻ ഖസ്സഹു ബിൽ ഖസായിസിൽ കുബ്രാ വൽ ആയാത്തിൽ ഉളുമാ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം ഖസായിസുകളെ കൊണ്ടും ധാരാളം ദൃഷ്ടാന്തങ്ങളെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ പ്രത്യേകമാക്കിയിരിക്കുന്നു. ആ റബ്ബിന് തസ്ബീഹ്. ഇതെല്ലാം കണ്ടും മസ്ജിദ് പറഞ്ഞ ഓന ആയത്താന്ന് ഇപ്പോൾ ഓതിയന് നിങ്ങൾ എന്താന്ന് ഓ മുസാഫ ഓതിയെന്ന് ഓതിയത്. ഹലാവത്തു മന്തിഖിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സംസാരത്തിൻ്റെ മാധുര്യാണ് പറയുന്നത്. ഹുൽവുൽ മന്തിഖി നമ്മൾ മംഗസോലൂരല്ലേ റജലൻ ഹസനൽ ബജ്ഹി തയ്യിബർ റായിയത്തി അലീമൽ ഹൈബത്തി അസജ്ജൽ ഹാജിബൈനി സഹലൽ ഖദ്ദൈനി ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാർ വഇദാ സമത ഫഅലൈഹിൽ വഖാർ ഹുൽവുൽ മന്തിഖി സംസാരത്തിൻ്റെ മാധുര്യം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുൽവൽ മന്തിഖി ഹസനൽ കലാമി ഇദാ തകല്ലമ അഖദ ബിമജാമിഇൽ ഖുലൂബ് കൽബിനെ മുഴുവനും തങ്ങൾ കയ്യിലെടുക്കും സംസാരം കേട്ടാൽ. വസബൽ അർവാഹ വല്ലഖൂൽ ബുദ്ധികളെയും അർവാഹിനെ തങ്ങളെ കയ്യിലടക്കുന്ന സഭ എന്ന് പറഞ്ഞാൽ നേരെ പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യുന്ന. വക്കാന ഇദാ തകല്ലമ യഖ്റുജു നൂറു മിൻ ബൈനി സനായാഹു തങ്ങൾ സംസാരിച്ചാൽ തങ്ങളുടെ മുമ്പല്ലിൻ്റെ ഇടയിൽ കൂടി പ്രകാശം ഇങ്ങനെ പുറത്തു വരുന്നുണ്ടാവും. അത് മുമ്പ് അളദീനി സമായിലോദീനി. فعن ابن عباس رضي الله عنهما أنه قال كان رسول الله صلى الله عليه وسلم أفلد الثنيتين മുമ്പല്ലിൻ്റെ രണ്ടെണ്ണത്തിൻ്റെ ഇടയ്ക്ക് വിടവുണ്ടാവും. ഇതിനാ സംസാരത്തിൻ്റെ ഇതാണ് കാറ്റ് കയറാനും ചെയ്യാനും അക്ഷരങ്ങൾ വേണം. അതിൽ ഒട്ടാകെ കോട്ട പോലെ മൂടിക്കെട്ടി കഴിഞ്ഞാൽ പൊള്ള ശബ്ദം ഉണ്ടല്ല. ഇത് തക്കല്ലമ ജീഅ അവിടെ പായന പറഞ്ഞിട്ടത് അലാ വസ്നി ഖീല അല്ല അഫ്സഹായ ലുഗത്ത് പ്രകാരം വയുക്കാലു റുഇയ എന്ന് റിവായത്തുണ്ട് കാണപ്പെട്ടു എന്ന്. അപ്പൊ ഖീല എന്ന് വായിക്കുമ്പോൾ അലാ വസ്നി ഖീല അപ്പൊ ജീഅ കാണപ്പെട്ടു. കന്നൂര് യഖ്റുജു മിൻ ബൈനി സനായാഹു തങ്ങളുടെ മുമ്പല്ലിൻ്റെ ഇടയിൽ കൂടി നൂറ് പോലോത്തത് ഇങ്ങനെ പുറപ്പെടുന്നുണ്ട്. وعن أبي قرصافة رضي الله عنه أنه قال لما بايعنا رسول الله صلى الله عليه وسلم തങ്ങളോട് നമ്മൾ ബൈഅത്ത് ചെയ്ത് ആരൊക്കെ അന വ ഉമ്മി വ ഖാലത്തി ഞാനും ഉമ്മയും ഉമ്മാന്റെ സഹോദരിയും മൂന്നാള്. വറജഅനാ മിൻ ഇൻദിഹി അങ്ങനെ തങ്ങളുടെ വക്കൽ നിന്ന് ഞങ്ങൾ മടങ്ങി മുൻസരിഫീൻ ഇങ്ങോട്ട് പിരിഞ്ഞു പോകുന്നവരായിട്ട്.
കാലത്തിലീ ഉമ്മി ബഖാലത്തി, ഉമ്മയും ഖാലത്തും കൂടി എന്നോട് പറഞ്ഞു. ഉമ്മയും പറഞ്ഞു, ഖാലത്തും, യാ ബുനയ്യ മാ റഅയ്ന മിസ്ല ഹാദർ റജുലി, ഈ റജുലിനെ പോലെ ഒരാളെ നാം കണ്ടിട്ടേ ഇല്ലല്ലേ മോനെ. അഹ്സന മിൻഹു വജ്ഹൻ, അവരെക്കാൾ മുഖം സുന്ദരമായ ഒരു മുഖം. വല അൻകാമിൻ സാബൻ, വസ്ത്രം ഇത്ര വൃത്തിയും തെളിവുമുള്ള ഒരാള്. വല അല്യന കലാമൻ, സംസാരം വലിയ മാർദ്ദവമുള്ള ആള്. ഒരാളെ നമ്മൾ കണ്ടിട്ടില്ല. വറഅയ്ന കഅന്ന നൂറ യഖ്റുജു മിൻ ഫീഹി, നമ്മള് ഒരു നൂറ് പോലത്തെ തങ്ങളുടെ വായിൽ കൂടി പുറത്തു വരുന്നത് കാണുന്നത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഫസാഹത്തു ലിസാനിഹി വ ബലാഗത്തു കലാമിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ ആ സംസാരത്തിന്റെ ഫസാഹത്ത്, അതിന്റെ തെളിമയും തങ്ങളെ കലാമ്, ബലാഗത്ത് എന്നൊരു സാധനം എന്താ, ഒരു കലാമ് പറഞ്ഞാൽ കേൾക്കുന്ന ആ സദസ്സിനോട് അനുയോജ്യമായിരിക്കണം. തിരക്കുള്ള സമയമാണോ എന്നാൽ എന്താകണം, ഈജാസ് വേണം. എല്ലാവരും പറഞ്ഞു നിന്നിട്ട് ഇത്ര മണിക്കൂർ ഇരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ അത്ര വേണം. നീട്ടിപ്പറയേണ്ട സാധനം നീട്ടിപ്പറയണം, കുറുക്കി പറയേണ്ട സാധനം കുറുക്കി പറയണം, ആവർത്തിക്കേണ്ട സാധനം ആവർത്തിക്കണം. നിഷേധികളുണ്ടെങ്കിൽ ഓറ ബോധ്യപ്പെടുത്തണം. നിഷേധികളില്ലെങ്കിൽ ആ ബോധ്യപ്പെടുത്തൽ വേണ്ടല്ലോ. അതെ, അങ്ങനെ പലതും ഒപ്പിക്കാനുണ്ട് ബലാഗത്തിൽ. അതെ, പ്രാസംഗികന് ക്ലാസ് എടുക്കുന്ന എല്ലാവരും. അപ്പം തെളിവും സംഭവങ്ങളുടെ അടക്കം എന്ന് പറയണോ നിഷേധിക്കാറാ മുമ്പിൽ അത് സ്ഥാപിക്കേണ്ടി വരും. ഇല്ലാത്തതും അങ്ങനെ ചുമ്മാ പറഞ്ഞു കൊടുത്താൽ മതി. തഹ്കീദ് എവിടെ എടുക്കേണ്ട, നിഷേധമുണ്ടെങ്കിൽ ബാങ്ക് കൊടുത്ത് ഇഖാമത്ത് കൊടുക്കാൻ കാത്തിരിക്കുന്നു, നിസ്കരിക്കണ്ടേ? തീർച്ചയായും നിസ്കരിക്കണം. അവിടെ തീർച്ചയ്ക്ക് ആവശ്യമില്ല. അതുകൊണ്ട് നേരത്തെ ഒതോർത്ത് സജ്ജമായിട്ട് സുന്നത്തോ നീക്കി ചിരിക്കുന്ന ആളുടെ ഒരു തീർച്ച പറയാനൊന്നും ഇന്നാളെ ആളെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ തഹ്കീദിന്റെ ആവശ്യമില്ല, ആരും മുൻകരികളില്ലല്ലോ. അതാ ബലാഗത്ത്. ബലാഗത്ത് എന്നൊരു നീണ്ട താരീഫാന്നതിന്. ആ കലാമിന് ഫസാഹത്ത് വേണം. കലാമിൽ ഫസാഹത്ത് ഉണ്ടാണ്, അതിൻ്റെ ഓരോ അക്ഷരങ്ങൾക്കും ഫസാഹത്ത് വേണം. എന്നിട്ട് അതിന് സബ്ജക്റ്റും പ്രഡിക്കറ്റും കൂട്ടിച്ചേർക്കണം. എന്നിട്ടോ അസ്ൽ കലാമിന് പുറമെ ഇതിലെന്തെല്ലാം കൂട്ടിച്ചേർക്കണമോ. അതായത് തഫ്താലിമന്ന് സൈദുൻ മുൻതലിഖുൻ എന്ന് പറഞ്ഞാൽ അസ്ൽ ജുംലയായി. സൈദുനിൽ മുൻതലിഖു, ഖബറിൽ അലിഫ് ലാം ചേർക്കല്ല ഇവിടെ. സൈദുൻ പിന്നെന്താണ്, ഇൻതലക്ക എന്ന് മാദിയാ ഫിഅൽ പറയും. എന്ത് മുഖ്തസറില്ലേ? അതെ, ഹുവൽ മുൻതലിഖു. അലിഫ് ലാമിന് പുറമെ ഒരു മുഖം കൂടെ കൂട്ടുന്നതിന് കുറേ ഉദാഹരണമുണ്ട് മുഖ്തസറിൽ. ഓതാൻ നല്ല രസമുള്ള കിതാബാണ്. ആർക്കും ആവശ്യമുണ്ടെങ്കിൽ പറയുന്നു. നാളെ ആരോ ബൈലാവ് ചൊല്ലി കൊടുക്കുമെന്ന് വെച്ചു. കേൾക്കാൻ ആളുണ്ടെങ്കിൽ ബൈലാവ് ചോദിച്ചാലോ. നോക്കാം. كان رسول الله صلى الله عليه وسلم أفصح خلق الله تعالى لسانا, നാവിനാൽ ഏറ്റവും ഫസാഹത്തുള്ളവരാണ്. നാവ് എന്ന് പറയുമ്പോൾ എന്താക്കും, ആ നാവ് മഹല്ലാണ്. അപ്പം സംസാരം അതിനുള്ള ഹാലാണ്. അപ്പം എന്താക്കും, മഹല്ല് പറഞ്ഞിട്ട് ഹാലില് മുറാദാക്കും. നമുക്ക് ചായ വേണ്ടത്, ആ ഫ്ലാസ്കിങ് എടുത്താട്ടെ എന്ന് പറയും. ഫ്ലാസ്ക് കൊണ്ടെന്ന് ഇവിടെ കാര്യം, അതിലുള്ള ചായയാണല്ലോ മക്സൂദ്. അപ്പം മഹല്ല് പറഞ്ഞിട്ട് ഹാലില് മുറാദാക്കും. അതിനെന്താ പറയുന്നത്, മജാസ് മുർസല്. രണ്ട് ജാലം മജാസ ഉണ്ടായാലും ഒന്ന് തശ്ബീഹ് കൊണ്ടുണ്ടാക്കുന്ന മജാസ് ഇസ്തിആറത്ത്, മറ്റേതോ എല്ലാം മജാസ് മുർസൽ. 99 മജാസ് മുർസലും 1 ഇസ്തിആറത്തും. വഔളഹും ബയാനൻ, ബയാനിനാൽ ഏറ്റവും വ്യക്തമായവരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഊതിയ ജവാമിഉൽ കലീം, എന്താ ഒരു കലിമത്ത് പറഞ്ഞാൽ അത് വിശാലമായ അർത്ഥം ഉൾക്കൊള്ളും. ജവാമിൽ കലിമിന്റെ 55ഓളം ഹദീസ് ഞാൻ പറയുന്നത് ഷറഹ് അടക്കം അത് ജാമിൽ ഉലൂമി വൽ ഹിക്കം. വബദായിൽ ഹിക്കം, ഹിക്മത്തിന്റെ അത്ഭുതകരമായ ഹിക്മത്തുകളും അതിലടങ്ങിയിട്ടുണ്ടാകും. വഖവാരി സജ്ർ എന്ന് പറഞ്ഞാൽ, സജ്ർ എന്താണ്, ഒരു തെറ്റായ കാര്യം വിരോധിക്കലാണ് സജ്ർ എന്ന് പറയാം. ആ സജ്ർ എന്ന് പറഞ്ഞാൽ നല്ല മൂർച്ചേറിയ വാള പോലെ ഉണ്ടാകുന്നതാണ് ഖവാരി. വഖവാത്തിയെല്ലാം അതിൽ കൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കൽപ്പന തന്നെയായിരിക്കും. വൽ ഖദായൽ മുഹക്കമ, തീർപ്പ് കൽപ്പിച്ചത് വിധികളാണ്. വൽ വസായൽ മുബറമ,
ഇനി നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വസിയത്തുകളാണ്. വൽ മവാഇലുൽ ബാലിഗ, അങ്ങേയറ്റമുള്ള മവഇലത്തുമാണ്. വൽ ഹുജജ് ദാമിഗ, എല്ലാ എതിർകക്ഷികളെയും അടിച്ചമർത്തുന്ന ഹുജ്ജത്തുകൾ ഉണ്ടാകും. വൽ ബറാഹീനിൽ ഖാതിഅ വൽ അദില്ലത്തി സാതിഅ, വെട്ടിത്തിളങ്ങുന്ന ദലീലുകൾ ഉണ്ടാകും. ബുർഹാനും, അപ്പോൾ അതില്ലത്ത് ആമാണ്, ബറാഹിൻ ഖാസാണ്. جاء في المسند بغيره عن عبد الله بن عمر رضي الله عنهما قال خرج علينا رسول الله صلى الله عليه وسلم തങ്ങൾ പുറപ്പെട്ടു യൗമൻ ഒരു ദിവസം മുവദ്ദിഇ, യാത്ര പറഞ്ഞു പിരിയുന്ന ഒരാളെ പോലെ. فقال, എന്നിട്ട് പറഞ്ഞു, അന മുഹമ്മദുൻ നബിയുൽ ഉമ്മിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയാണ് ഉമ്മിയാണ് അല്ലേ. കാലഹ സലാസൻ, 3 വട്ടം പറഞ്ഞു. വലാ നബിയ ബഅദി, എനിക്ക് ശേഷം നബി വരാനില്ല. അപ്പം വന്നാളെല്ലാം കളഞ്ഞു, ഒന്നുമില്ല. പിന്നെ ഊതീതു ഫവാതിഹൽ കലിമി, ഒരു കലിമത്തിൻ്റെ തുടക്കം അതെനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. തുടക്കം തുടങ്ങലിങ്ങനെ ഖവാതിമഹു, അതിൻ്റെ ഖവാതിം എങ്ങനെ സമാപനം. അപ്പോൾ ഒരു കലിമത്ത് സംസാരം എങ്ങനെ തുടങ്ങണം, എങ്ങനെ സമാപിക്കണം. പിന്നെ ജവാമിഅഹു, അതിലെന്തെല്ലാം കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടണം. ഇതെല്ലാം അല്ലാഹു തആല എനിക്ക് തന്നിട്ടുണ്ട്. അൽ ഹദീസ്. എന്നിട്ട് ചോദിക്കുന്നത്, ഫകൈഫ ലാ യകൂന അഫ്സഹ ഖൽഖില്ലാഹി തആല, അള്ളാഹുവിൻ്റെ പടപ്പുകളെ കൂട്ടത്തിൽ എങ്ങനെയാണ് അഫ്സഹ ആക്കാതിരിക്കുക? ഒരു അത്ഭുതമാണ്. വഖദ് ആതാഹുല്ലാഹു തആല അൽ കലിമൽ ജാമിഅ ലിൽ മആനിൽ കസീറ, ധാരാളം മാനകളെ ഒരുമിച്ച് കൂട്ടിയ കലിമത്തുകളാണ് അല്ലാഹു തആല തങ്ങൾക്ക് നൽകിയത്. ഫിൽ അൽഫാലിൽ യസീറ, കുറഞ്ഞ ലഫ്ളുകളെ ഉണ്ടാകുള്ളൂ. എത്ര പേരെ ഇബ്നു അത്താഇല്ല സിക്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരു വലിയ നബിയല്ലല്ലോ, ഉമ്മത്തിൽപ്പെട്ട വലിയ റളിയല്ലാഹു അൻഹു, മൂപ്പറ ഹിക്മ് 33 രീതിയിൽ ശറഹ് ചെയ്തു. ആര്? അഹ്മദ് സറൂഖ് റളിയല്ലാഹു അൻഹു. ഒന്നിൽ പറഞ്ഞത് മറ്റേത് ആവർത്തിക്കൂല, ഒരു കലിമത്ത്. ഇതെന്ന് പറഞ്ഞു, ഇതൊരു ബാഹ്യമായ നോട്ടാണ്, കുറച്ച് ചിന്തിച്ചെങ്കിൽ ഞാൻ 100 തേക്കുന്നു. അപ്പൊ ഇബ്നു അത്താഇല്ല സിക്കന്ദരി തങ്ങളുടെ കലാമിൽ ഇത്ര മാത്രം ഉണ്ടെങ്കിൽ പിന്നെ ഖുർആന്റെ ഹാൽ എന്തായിരിക്കും? നമുക്ക് സാരമില്ല, അത് മെച്ചാൽ കൊടുക്കാനല്ല. എന്ത് കൊടുത്താലും, ഏത് എടുക്കാത്ത നോട്ട് കൊടുത്താലും സ്വീകരിക്കുമല്ലോ. കാരണം അങ്ങനത്തെ അവസ്ഥ നിലയിലല്ലേ ഉള്ളത്. പക്ഷേ ചോറും വെച്ചിട്ട് പോകാൻ പറ്റൂല. മൂന്ന് തമ്മിൽ വ്യത്യാസമുണ്ട്. ആമ് ഖാസ്. ബുർഹാനായി കഴിഞ്ഞാൽ ഞാൻ അപ്പുറം എതിർക്കാനുള്ള വകുപ്പില്ല. എതിർത്താൽ എന്താകും? അത് ഇനാദായി മാറും, മുക്കാബറ. ഹുജ്ജത്താകുമ്പോൾ തെളിവ് നിരത്തി എന്നുള്ളതാണ്. അപ്പൊ അതിനേക്കാണ് അഹസ്സായി, അതിനേക്കാണ് ആമ്മാന്ന് അതില്ലത്ത്. ഇതുപോലെ ജിസ്മ് അല്ല, ജിസ്മ് ഹയവാന് ഇൻസാൻ എടുത്തൊക്കെ ഉണ്ടെങ്കിൽ ഇൻസാന് ഖാസുൽ ഖാസായില്ലേ. وفي حديث عمر رضي الله عنه أن النبي صلى الله عليه وسلم قال وهو على المنبر, തങ്ങളെ മിമ്പറിൽ കയറിക്കൊണ്ട് പറഞ്ഞു, യാ അയ്യുഹന്നാസു ഇന്നി ഖദ് ഉഅതീതു ജവാമിഅൽ കലീം, കലിമത്തിൻ്റെ ജാമിആയ കലിമത്തിന് അല്ലാഹു തആല എനിക്ക് നൽകിയിട്ടുണ്ട്. ഖംസൻ ലം യുഅതിഹിന്ന അഹദൻ ഖബല. വഖവാതിമഹു, അതിൻ്റെ ഖാതിമത്തും, അതെങ്ങനെ അവസാനിപ്പിക്കണം അതിന്. വഖ്തുസിറ ലി ഇഖ്തിസാറൻ, എനിക്ക് വേണ്ടി കലിമത്തുകളല്ല ഒരു ചുരുക്കിയതാണ്. ചുരുക്കിയതുകൊണ്ടെന്നില്ല, അതിൻ്റെ ആശയങ്ങളൊന്നും പോകുന്നില്ല. ഇഖ്തിസാറ് നമ്മാട്ടെ ഇഖ്തിസാറാക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ തലയുണ്ടാവില്ല, വാലും ഉണ്ടാവില്ല. മുഹറർ എന്താക്കിയതിന് മുമ്പ് പകുതിയാക്കി ചുരുക്കിയില്ലേ. എന്നിട്ടെന്താ, മുഹററിലൊന്നും ഒരു മസ്അല പോലും നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല, മുഹററിന് ശറഹ് പോലെയാവുകയും പോരാത്ത മസ്അല കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നവർ. ഇമാമിന്റെ കറാമത്താണ്. വലഖദ് അതൈതുക്കും ബിഹാ, ബിഹാന ലമീറടുത്തേക്കാണ്, ശരീഅത്ത് കൊണ്ട് ഞാൻ വന്നിട്ടുണ്ട്. ഈ ശരീഅത്ത് ഏതാണ്? അഹ്കാം. ആ അഹ്കാമിന്റെ പ്രായോഗികമായ തരീഖത്തും അതിൽ വന്നിട്ടുണ്ട്. അല്ല പിന്നെ തരീഖത്തില്ലാതെ കൊണ്ട് ശരീഅത്തിന് അർത്ഥമില്ലല്ലോ. അതെ, അഖീമുസ്സലാത്ത എന്ന് പറഞ്ഞാൽ ശരീഅത്താണ്, അഹ്കാം.
എങ്ങനെ നിൽക്കിരിക്കണം നബിയെ? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിൽക്കിച്ച് കാണിച്ചു തരാം, അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് പിന്തുടർന്നു എന്നാണ് പറഞ്ഞത്. അതെൻ്റെ തരീക്കത്താണ്. എന്താ നമുക്ക് കിട്ടല്? നിങ്ങൾ ദോഷങ്ങളൊക്കെ പോക്കും, അത് ഹഖീഖത്ത് തോന്നും. അതാ ആ ശരീഅത്ത് തന്നെ ബൈളാ, വെളുത്തത് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിൻ്റെ ഹുസ്നാണ്, നഖിയ്യ, ശുദ്ധമായത്. അതുകൊണ്ട് ഫലാ തഹവ്വകൂ വലാ യളുർനകുമുൽ മുതഹവ്വികൂൻ, അതിൽ തെറ്റ് കണ്ടുപിടിക്കൽ, അതിന് ന്യൂനത കണ്ടെത്തൽ, അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, അതൊന്നും ഇല്ല. അതിൽ പിച്ചുമ്പയും പറയല്. എന്നിട്ടോ ഫലാ യളുർനകും, അത്തരക്കാരെ നിങ്ങൾ ശല്യം ചെയ്യാനും പാടില്ല. എന്താ തഹവ്വുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? തഹയ്യുറു അവിദ്ദുഖൂലു ഫീ കുല്ലി അംരിൻ, നിങ്ങൾക്ക് അധികാരമില്ലാത്ത എല്ലാ കാര്യത്തിലും കൈകടത്തുക. അതിൽ ഹസാരി ഇമാം ഉദാഹരണം പറഞ്ഞു. ഒരു കുരുടൻ വന്നിട്ട് എന്താക്കി, റൂമിൽ കയറിയപ്പോൾ തപ്പിത്തടഞ്ഞ് വീണ്, എടലോ കയറിയിട്ട് കഴിഞ്ഞ ചോദിച്ചിട്ട്, എന്നിട്ടല്ലേ എന്താ സാധനം ഒന്ന് അടുക്കി വെച്ചൂടെ, അതൊക്കെ വൈപോണ്ടേ? അല്ല, നീ കുരുടനായത് കൊണ്ടാണ് തപ്പിത്തടഞ്ഞത്, സാധനം അർമണി തന്നെ ഉള്ളത്, തടയേണ്ട ഒന്നുമില്ല. അപ്പം എന്താക്കി, സാധനം വെച്ചാക്കായി കുറ്റോ? ഇവന്റെ കുരുടല്ല കാണുന്നത്. അത് അത്തരക്കാർ നിങ്ങളെ ശല്യം ചെയ്യരുതെന്ന് വെച്ചാൽ അതിൽ പൊട്ടുപോയിട്ട് അതല്ലേ എക്സ് മുസ്ലിം അല്ല ഉണ്ടാകുന്നത്. അവരുടെ വാക്കുകൊണ്ട് പ്രവർത്തനം, മുജാഹിദിന്റെ പ്രശ്നം കേട്ട നേരെ മുജാഹിദായിട്ട് വരും ഇയാള്. അവരുടെ യോഗം വെക്കല് എനിക്ക് മനസ്സിലില്ല. നമുക്ക് നിററുണ്ടായില്ലേ? നിറർ ദീനിലുള്ള നിററിനേക്കാണ് വലിയ നിറർ വേണ്ടല്ലോ വരെ. وروى أبو نعيم في تاريخ إصبهان عن ابن عمر رضي الله عنهما قال عمر رضي الله عنه يا نبي الله ما لك أفصحنا ولم تخرج بين أظهرنا فقال صلى الله عليه وسلم كانت لغة إسماعيل قد درست فجاءني بها جبريل عليه السلام فحفظتها. തങ്ങൾ നമ്മളെ കൂട്ടത്തിലുള്ള ഏറ്റവും അബ്സഹായി കാണുന്നുണ്ട്. തങ്ങൾ വേറെ നാട് വിട്ട് പോയിട്ട് പഠിക്കാൻ എവിടെയും പോയിട്ടുമില്ല. ചില പരിസരത്തേക്ക് താമസം മാറ്റിയാൽ അവരുടെ ഭാഷ പഠിക്കുമല്ലോ. കാസർഗോഡേക്ക് താമസിച്ചാൽ കാസർഗോഡൻ ഭാഷയായിരിക്കും എനിക്ക് ശീലിക്കുക. തങ്ങൾ ഈ നാട്ടിൽ നിന്ന് എവിടെയും പുറത്തു പോയിട്ടില്ല. അത് പോയതേ ഉള്ളൂ. അതെ, അത് പറയുന്നതാ. ഫക്കാല, തങ്ങൾ പറഞ്ഞു ഫലം തഖ്റുജ് മിൻ ബൈനി അളുഹരിന, നമ്മുടെ ഇടയിൽ നിന്ന് തങ്ങൾ ദൂരത്തേടെയും പോയിട്ടില്ല. ഫക്കാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാനത്ത് ലുഗത്ത് ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ലുഗത്ത് ഖദ്ദറസത്, അത് തേഞ്ഞു മാഞ്ഞു പോയി. ഫജാഅനി ബിഹാ ജിബ്രീൽ, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം അതുമായിട്ട് വന്നിട്ട് ഞാൻ പഠിച്ചതാണ്. അപ്പോൾ ജിബ്രീൽ അതിൻ്റെ വഹിയേറ്റ കൊടുത്തു. ഇപ്പം അറബിയെല്ലാം ഇപ്പം സകലത്ത് ഹിന്ദിയായി മാറി. മക്ക അറബിയല്ല ഇപ്പോൾ. ഓഫീസിലും കൂടെ കൊണ്ട് ഇനി ഖുർആൻ തന്നെ ഹിന്ദിയായി മാറുമെന്ന് പറയാൻ കഴിയില്ല. കാലൽ, അപ്പം ജിബ്രീൽ അലൈഹിസ്സലാം അത് കൊണ്ടുകൊടുത്തു, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ ഭാഷ. കാലൽ ഹാഫിദ് തുർക്കാനി ബൽ സാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാലിക്, അതിനേക്കാണ് കൂടുതൽ തങ്ങൾ വർദ്ധിക്കുകയും ചെയ്തു. ഫകാന യുഖാതിബു കുല്ലദീ ലുഗത്തിൻ ബിലുഗത്തിഹി, ഏതൊരു ലുഗത്തുകാരുണ്ട് ആ ലുഗത്തൊപ്പിച്ച് തങ്ങൾ സംസാരിക്കും. അത് ഇത്തിസാഹം ഫിൽ ഫസാഹത്തി, ഫസാഹത്തിൽ നല്ല വിശാലതയ്ക്ക് വേണ്ടിയിട്ട്. വത്തിസാഹം ഫിൽ ഇത്തിലാഹി അലാ ജമീഇ ലുഗാത്തിൽ അറബ്, അറബികളെ ലുഗാത്ത് മുഴുവനും തങ്ങൾക്ക് ഇത്തിലാ ഉണ്ട് എന്ന് അവിടെ ബോധ്യപ്പെടും. വലഹജാതിഹിമുൽ ഫസീഹ, അവരുടെ ഫസീഹായ സംസാര ശൈലി. كما ورد في المسند وغيره عن كعب بن عاصم الأشعري رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم, തങ്ങൾ പറയുന്നത് കേട്ടു. ഇത് നഹമിൻ്റെ കിതാബിൽ ഉണ്ടാവും. അമിനം ബിദ്ദിൻ സിയാമും ഫിൻ സഫർ എന്നാ ചോദിച്ചത്. അതായത് സാക്കിനായ ലാമുണ്ട്, പിന്നെ എന്താക്കും മീമാക്കി ഉച്ചരിക്കുന്ന ലുഗത്തുകാരുണ്ട്. അമിനം ബിദ്ദിൻ സിയാമും ഫിൻ സഫർ. തങ്ങൾ എന്താ പറഞ്ഞു? ലൈസ മിനം ബിദ്ദിൻ സിയാമും ഫിൻ സഫർ, അതേ ശൈലിക്ക് മറുപടി പറഞ്ഞു. അറബി ഇബ്ദാലില്ലാമി മീമൻ ഫി സലാസ, 3 സ്ഥലത്ത് എന്താക്കി ലാമിനെ മീമാക്കി മറിച്ച്. അലാ ലുഗത്തി ബഅദി അഹ്ലിൽ യമൻ
ഹൈസു ഖാതബഹുമുൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുഗതിഹിം, അവർ ലോകത്തെ പറ്റി തങ്ങൾ സംസാരിച്ചതാണ്. വാസുലു ഹാദൽ ഹദീസ് ഫി സഹീഹൈൻ, ഇതിൻ്റെ പൂർണ്ണ രൂപം ഇവിടെ ഉണ്ട്, ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. അമീനൽ ബിദ്ദി എന്നാ ചോദ്യം. സഫറിൽ നോമ്പ് നോക്കുന്നത് വലിയ കുളിയുള്ള കാര്യമാണോ എന്നാ ചോദ്യം. സഫറിൽ റുഖ്സ ഉണ്ടല്ലോ, റുഖ്സ എടുക്കലാ നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ലൈസ മിനൻ ബിദ്ദിൻ സിയാമുൻ ഫിം സഫർ എന്ന് പറഞ്ഞത്. വമിൻ ദാലിക ഹദീസ് അതയ്യത്ത് ബിൻ ഉർവത്ത് സഅദി റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഉണ്ട്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഫീമാ ഖാല ലഹു ഫഇന്നൽ യദൽ ഉൽയാ ഹിയൽ മുൻതിയതു വസ്സുഫ്ലാ ഹിയൽ മുൻതാതു എന്ന് പറഞ്ഞു. അവിടെ എന്താ ഉള്ളത്? ഐനിനെ മറിച്ചിട്ട് ന്യൂനാക്കിയിട്ടാണ് ഉച്ചാരണം. മേലെയുള്ള കൈയാണ് താഴെ കൈയിനാക്കാണ് അഫ്ളൽ എന്ന് പറഞ്ഞു. അപ്പൊ മേലെ കൈ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന കൈയും താഴെ കൈ വാങ്ങുന്ന കൈയുമാണ്. ആ അപ്പൊ മുഅത്തിയത്ത്, മറ്റേത് മുഅത്താത്ത്. ഇബ്ദാലുൽ ഐനി നൂനൻ. ഖാല ഫകല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിലുഗത്തിനാ, നമ്മളെ ലോകത്തൊപ്പിച്ചാണ് നമ്മളോട് സംസാരിച്ചത്. അതാണ് ബി ലോകത്തി ബനീ സഅദ്. അതെന്താ? ഇബ്ദാലുൽ ഐനി നൂനൻ. ചിലത് അതിന് പല കൗലം വന്നിട്ടുണ്ട്. പല ബിലിസാനൻ അറബിയും മുബീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ പരിധിയിൽ നിന്ന് വെത്തുവാനും പാടില്ലല്ലോ. അതിന് തന്നെ ഒരു ഷർഹാന്നൊരു കിതാബ് തന്നെ. ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം ഇന്നൊരു തീരുമാനമായിട്ടില്ല. ആദാബുഹു ഫിൽ കലാമി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളുടെ കലാമിലുള്ള ആദാബ പറയുന്നു. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതകല്ലമു ബി കലാമിൻ മുഫസ്സലിൻ മുബയ്യനിൻ, നല്ല വ്യക്തമായ തഫ്സീലാക്കപ്പെട്ട മുബയ്യനായ കലാമ്. ഇവിടെ എന്താ അക്ഷര ഉച്ചരിച്ചത് എന്ന് അവിടെ എല്ലാം ഒന്ന് കൂടിപ്പരങ്ങിയിട്ട് ഉണ്ടാകും പാടില്ല. ചില അക്ഷരം ഉണ്ടല്ലോ കൂടി നീട്ടി പറയുന്ന വെച്ചാൽ നടക്കുന്ന അക്ഷരം പോക്ക്. ഈ മാർസിപ്പിന ഇവിടെ എന്താ തിട്ടുണ്ടാ? എന്താന്ന്? ദാലില്ല മാർസ. ബിഹൈസു ലൗ അറാദ മുസ്തമിഉഹു അൻ യഉദ്ദഹു, ആ കലാമിനെ ഒരാൾ എണ്ണിക്കണക്കാക്കാൻ വിചാരിച്ചാൽ ലഅംകനഹു ദാലിക്, അത് അവന് സൗകര്യപ്പെടും. ആ രൂപത്തിലാണ് ലിവുദൂഹിഹി വബയാനി. നമുക്ക് വെറും ഒരു കോട്ടുമുനസായിൻ്റെ ദിവസമാണ് 30 ഒന്ന് എഴുതുന്നുണ്ടെങ്കിൽ അങ്ങനെ പകർത്താനോ വാക്ക്. ഒന്ന് അക്ഷരം കൂടലോ കുറയലോ കൂടിപ്പെരങ്ങലോ ഒന്നും ഉണ്ടാവില്ല. അതങ്ങനെ തന്നെ. കാല സയ്യിദത്തുന ആയിഷത്തു റളിയല്ലാഹു അൻഹ പറയുന്നു, മാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസദ്ദിദുൽ ഹദീസ കസർദിക്കും ഹാദാ, നിങ്ങളിങ്ങനെ തുടരുക പറയുന്നില്ലേ എന്നതുപോലെ തങ്ങൾ പറയാറില്ല. അപ്പോൾ ചില അക്ഷരങ്ങൾ സാക്കിത്താകും, ചില സംഘങ്ങൾ മറ്റൊന്നിനുള്ള കൂടിക്കലിലും അക്ഷരം മറ്റൊന്നായിട്ട് മറിയും. യുഹദ്ദിസു ഹദീസൻ, തങ്ങൾ ഹദീസ് പറയുമ്പോൾ ലൗ അദ്ദഹുൽ ആദ്ദുൽ അഹ്സാഹു, എണ്ണിക്കണക്കാക്കുന്ന ഒരാൾ വിചാരിച്ചാൽ അത് ഇത്രയും കൃത്യപ്പെട്ട റിക്കാർഡാക്കാൻ കഴിയും. വസാദൽ ഇസ്മാഈലി, ഇത് ഷെയ്ഖാനിൻ്റെ ഹദീസാണ്. ഇസ്മാഈലി ഫിരിവ ഇന്നമാ കാന ഹദീസു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്മൻ തഫഹമുൽ ഖുലൂബ്, അത് വളരെ ഗ്രാഹ്യമാണ്, എല്ലാ കൽബുകൾക്കും അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. وروى أبو داود أن عائشة رضي الله عنها قالت كان كلامه صلى الله عليه وسلم فصلا يفهمه كل من سمعه, കേൾക്കുന്ന എല്ലാ ആളുകൾക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഇങ്ങനെ വിട്ട് വലിച്ചിട്ട് കൃത്യമായിട്ടാണ് ഉണ്ടാവുക. وروي عن جابر رضي الله عنه قال كان في كلامه ترتيل അല്ലെങ്കിൽ തർസീൽ. റിവായത്തിലെ ഒരു ഇതാണ്, ഒന്നിക്കിൽ തർത്തീൽ എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ തർസീൽ. തർസീൽ സാവധാനം. وفي الصحيحين عن أنس رضي الله عنه أن النبي صلى الله عليه وسلم كان إذا تكلم بكلمة أعادها ثلاثا, ഒരു കലിമത്ത് സംസാരിച്ചാൽ 3 വട്ടം അത് മടക്കും. അതിനാ വമിൻ ഹിക്മത്തി ദാലിക അൻ തകൂനൽ ഊലാ ലിൽ ഇസ്മാ', ഒന്നാം നമ്പർ എന്താന്ന് കേൾപ്പിക്കാൻ. വസ്താനിയത്ത് രണ്ടാമതിൽ വഹയി, അത് ഹൃദ്യസ്ഥമാക്കാൻ. വസ്താലിസത്തു ലിൽ ഫിക്ര, മൂന്നാമത്തെ ഫിക്രത്തിന് വേണ്ടി.
അല്ലെങ്കിൽ അവില്ലൂലാലിൽ ഇസ്മായി വസ്താനത്തിൽ തമ്പീഹിന് വേണ്ടി വസ്താലിസത്തുലിൽ അംരി. ഏതായാലും അല അന്ന സലാസത ഫിഹ ഗായത്തുൽ ഇബാനി വൽ ബയാൻ, 3 അങ്ങേയറ്റത്തിൽ പോയി. അതിൻ്റെ അപ്പുറം നമ്മളെ ക്ലാസ്സിൽ 300 3000 ഒന്നും പറയേണ്ട ആവശ്യമില്ല. അങ്ങ് പറഞ്ഞത് ആകെ കുൽമാൻ ലപ്പീസായി. ഇപ്പം എല്ലാവരും ഉമ്മയായി തലമറിഞ്ഞ എന്തുകൊണ്ടാന്ന് നമുക്കൊരു അതവ് വീട് കിട്ടിയിട്ടുണ്ട്. 3000 പറഞ്ഞു കഴിഞ്ഞു, 3 പറയാൻ പാടുള്ളൂ. ഫമല്ലം യഫ്ഹം ബിഹാ ലാ യഫ്ഹം ബിമാ സീദ അലൈഹ, 3 കൊണ്ട് തിരിയാത്താകെ 3000 പറഞ്ഞാൽ തിരിയൂല. സംഗതി ഇതിനാ. ഇനി ഹത്താ തുഫഹമാന്നു, അത് 3 ആവർത്തിക്കുന്നത് ഞാൻ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വൈദാ അതാ അലാ ഖൗമിൻ ഫസല്ലമ അലൈഹിം സല്ലമ അലൈഹിം സലാസൻ, ഒരു ഖൗമിൻ്റെ അടുക്കലേക്ക് പോയാൽ സലാം പറയുകയാണെങ്കിൽ 3 വട്ടം സലാം പറയും. അതിന് ഉസ്താദന്മാർ പറയുന്നത് എന്താണ്? ആദ്യം എന്ന് പറഞ്ഞു, അതിൻ്റെ കേൾവി ഒരു പരിധി ഉണ്ടല്ലോ, അപ്പം നടക്കുന്നു. വലിയ സദസ്സുണ്ടാകാം. അതിൻ്റെ അവസാനത്തെ ആയത്തിലൊന്ന് ചൊല്ലി. അല്ല ഖുതുബക്കുണ്ടല്ലോ 3 സലാം. ഇന്ന് പള്ളിയിലേക്ക് കയറി വരുമ്പം ഒരു സലാം, ബാള് മാങ്ങം ഒരു സലാം, കയറി നിന്നിട്ട് ബലത്തോട്ട് തിരിഞ്ഞിട്ട് എന്താക്കും? 3ാമത്തെ സലാം. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം യതകല്ലമു ബികലാമിൻ ഫസ്ലിൻ ലാ ഹസർ വലാ നസർ, എന്തെങ്കിലും ചറവറ അർത്ഥശൂന്യമായത് പറയലുമില്ല, തിരിയേണ്ട കാര്യം വല്ലാണ്ട് ചുരുക്കിയിട്ട് കട്ടാക്കിയിട്ട് പറയലുമില്ല. വയക്റഹു സർസറത ഫിൽ കലാം, കലാമിൽ ചറവറ, നമ്മുടെ സർസറ എന്നുള്ള ചറവറ, പണ്ട് യത്തലൂലെന്ന് പറഞ്ഞ മാതിരി. വതശദ്ദുഖ ബിഹി, ബായി നിറച്ചും പറയലോടോടോ പോകുന്നത് അമ്മതേ, എല്ലാം തഫ്ഹീം. വകാന സല്ലല്ലാഹു അലൈഹി യക്റഹു തനത്തുഅ ഫിൽ കലാമി, കലാമിൽ ഇങ്ങനെ ബായി നിറച്ചും പറയലുണ്ടല്ലോ, അത് തങ്ങൾ ഇഷ്ടപ്പെടൂല. വതകല്ലഫ ഫീ ഫസാഹത്ത്, കെട്ടിയുണ്ടാക്കൽ, അത് എത്രത്തോളം കൊണ്ടുപോകാൻ കഴിയും? എല്ലാ കലാമിനും തുടക്കം ആന്നായിരിക്കണം, അല്ലെങ്കിൽ ബാന്നായിരിക്കണം, ചന പറ 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 ഇങ്ങനെ. അത് നേരത്തെ ഇന്ന് മണിക്കൂറോളം കാണാപ്പാടാക്കിയിട്ടാണ് പറയുന്നത്. അത് 1 മണിക്കൂർ പറഞ്ഞെന്നു തന്നെ കഴിയില്ല, അവിടെ നോക്കൂ. كما ورد في سنن أبي داود والترمذي بالسند الجيد عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال إن الله جل وعز يبغض البليغ من الرجال, പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ബലീഗായ ആളോട് അല്ലാഹു തആലക്ക് വെറുപ്പാണ്. ബലീഗ് എന്ന് പറഞ്ഞാൽ ബലാഗത്തുള്ള ആളല്ലേ. അതിന് വ്യാഖ്യാനം കൊടുക്കുന്ന അല്ലത് യതഖല്ലലു ബിലിസാനിഹി, നാവ് കൊണ്ടെന്താക്കും ഇങ്ങനെ ആവശ്യമില്ലാതെ കണ്ട് ഭയങ്കര ചലിപ്പിക്കല്. കമാ തതഖല്ലലുൽ ബഖറു ബിലിസാനിഹ, നാവ് കൊണ്ട് പശുക്കൾ ചലിപ്പിക്കലുണ്ട് എന്നതുപോലെ. അതാ قال هل يتشدق في الكلام ويفخم به لسانه ويلفه كما تلف البقرة الكلام بلسانه لفا, പശുവിന് വലിയ പുല്ലിട്ട് കൊടുത്താൽ എന്താക്കും? അത് ഭാര്യ വലിച്ചിട്ട് നാവുകൊണ്ട് ചുരുട്ടിയിട്ട് അകത്താക്കും. പുല്ലിൻ്റെ ഒരു കറ്റ ഇട്ട് കൊടുത്താൽ അതെ, ആ നാവ് ചുരുട്ടുന്നത് പോലെ ഭാഷയിലും ഗുണമട്ടി ഇതെല്ലാക്കാൻ വേണ്ടിയിട്ട് ഒരു കളിക്കലി. ഞാൻ നല്ല പ്രാസംഗികനാവുന്നതാണ്. വകാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ ലാ യുഖില്ലു വലാ യുമില്ലു. അപ്പോൾ ഇഫ്രാത്തുല്ല തഫ്രീത്തുല്ല, പറയേണ്ട കാര്യം അവ്യക്തമായിട്ട് പറഞ്ഞിട്ട് എന്താക്കൂല, ഹലലും വരുത്തൂല, വേണ്ടാണ്ട് നീട്ടി പറഞ്ഞിട്ട് മലലും വരുത്തൂല. റവാ മുസ്ലിമൻ അൻ ജാബിർ ഇബ്നു സമ്റത റളിയല്ലാഹു അൻഹു ഖാല കുൻതു ഉസല്ലി മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം ഞാൻ നമസ്കരിക്കും. ഫകാനത്ത് സ്വലാത്തുഹു ഖസദൻ, തങ്ങളുടെ നമസ്കാരം മധ്യനിലക്കായിരുന്നു. ഇത് വാജിബായ കാര്യം കൊടുക്കും, മുസ്തഹബായ കാര്യം കൊടുക്കും, എല്ലാവർക്കും വല്ലാണ്ട് നീട്ടൂല. അത് ബേക്കിന് തുടരാൻ കഴിയാത്ത രീതിയിൽ ജമാഅത്ത് കൈയിളക്കി പോകേണ്ട ചുറ്റുപാട് അതുണ്ടാക്കൂല. എല്ലാം ഖസദൻ, മധ്യനില. വഖുതുബത്തുഹു ഖസദൻ, തങ്ങളെ പ്രസംഗവും ഖസ്ദൻ, ഖുതുബ. ഇപ്പം 2 മണിക്കൂർ പ്രസംഗം, എൻ്റെ സൂറത്ത് 3 മണിക്കൂർ ജമാഅത്ത് എന്താക്കും ഇന്നാത്തേനാക്കുന്നു. കാരണം പ്രസംഗം പറയണ്ടേ, 2 മണിക്കൂറാണ് പ്രസംഗം.
ആളിങ്ങനെ മുട്ടും മടക്കി എന്നിട്ട് എന്താക്കും ഉറങ്ങി ഒന്ന് തേച്ചടച്ച് ഓർന്നിട്ടുണ്ട് അല്ലേ. അത് കാമത്തി സ്ഥലം എന്ന് പറഞ്ഞാൽ എണീച്ചിട്ട് അള്ളാഹു പറഞ്ഞു ഒരു അടുത്ത ചുമ. ഈ 2 മണിക്കൂർ പ്രസംഗം എന്തിനാന്ന്? ഇതിനാരും നന്നായ وروى أبو داود عن جابر بن سمرة رضي الله عنه كان رسول الله صلى الله عليه وسلم لا يطيل الموعظة يوم الجمعة. വെള്ളിയാഴ്ച ദിവസം ആ മൗഇളത്തുണ്ടല്ലോ ഖുതുബ, അത് തങ്ങൾ നീട്ടൂല. ഇന്നമാഹി കലിമാത്തു യസീറാത്തുൻ, കുറഞ്ഞ സംസാരങ്ങൾ മാത്രം. അബുദാബിയിൽ നിന്ന് ഒരാൾ എന്താക്കിയെന്നറിയോ, ഒറിജിനൽ ഖത്തീബ് നാട്ടിൽ പോയത് കൊണ്ട് വേറെ ആളയച്ചു. ഇയാൾ തൊട്ടടുത്തെല്ലാം ചെറുക്കും അങ്ങനെ ചെറുക്കുന്നുണ്ട് ആയത്ത് ഓതിക്കൊണ്ട് ഉണ്ടാക്കുകയും അങ്ങ് നീണ്ടല്ല. പുറത്ത് ബെയിലും കൊണ്ടിരിക്കുന്ന ആളുണ്ട്. പള്ളി നിറങ്ങലോടുകൂടി പാകിസ്ഥാനികൾ വളഞ്ഞുകൂടി ഇയാളെ പിടിക്കാൻ കുഴപ്പമായി. ഔക്കാഫിലേക്ക് കേസെത്തി. പിറ്റേന്ന് ഒരു മാസത്തിൽ ഒരു ആലിം വന്നത്, ഇത് ജാഹിലായിരുന്നു. അയാൾ എന്താക്കി, ബിസ്മി ചൊല്ലി ഹംദും സലാത്തും ചൊല്ലിയതിനു ശേഷം ഖാലല്ലാഹു സുബ്ഹാനഹു വ തആല കൂനൂ യാ അയ്യുഹല്ലദീന ആമനൂ ഇത്തഖുല്ലാഹ വകൂനൂ മഅസ് സാദിഖീൻ ആയത്തോതി. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വ കൊണ്ട് കൽപ്പിച്ചിരിക്കുന്നു. തഖ്വ എന്നാണ് ഇംതിസാലുൽ അവാമിർ ഇജ്തിനാബുൻ നവാഹി വകൂനൂ മഅസ് സാദിഖീൻ എന്നുണ്ട്. ജഅലന അല്ലാഹു മിനസ് സാദിഖീൻ. പോയി നിസ്കാരത്തിനാക്കണം വലുതാകാം. അവിടെ എന്തെല്ലാം തരത്തുണ്ട്. 2 ഖുതുബയിൽ ഒന്നാമത്തെ ഖുതുബ വലുതും 2ാം ഖുതുബ ചെറുതുമായിരിക്കണം അല്ലേ. ഒന്നാമത്തെ റക്അത്ത് വലുതും 2ാമത്തെ റക്അത്ത് ചെറുതുമായിരിക്കണം. 2 റക്അത്ത് നമസ്കാരത്തിന്റെ ഖദറിനാക്കണ ഖുതുബ ചുരുങ്ങിയിരിക്കണം. ഇതെല്ലാം പാലിച്ചുകൊണ്ട് പഴയകാലത്ത് നമ്മുടെ മഹ്മൂദുല്ലാക്കല്ലോ അതുകൊണ്ട് അൽ ഖത്തീബ് എന്ന് പേര് വന്നത്. ഒരു ഫഖീഹ് തുടർന്നാൽ ഒരു എത്ര എന്ന് പറയാനൊന്നും ഉണ്ടാവില്ല. വളരെ നിലപ്പിച്ച് കുറേ കാലം നമ്മൾ നടന്ന്. കലിമാത്തുൻ യസീറ. നബാത്തി ഖുതുബ കുറച്ച് അധികം ഉണ്ട് എന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പനോട് പറഞ്ഞ് കുറച്ച് സമയം നോക്കുമ്പോൾ അത് നിന്നല്ല. അപ്പം അന്നേരം ചർച്ചയിലൊരു മൊലാറ് പറഞ്ഞ് അത് നിസ്കാരവും ശേഷമുള്ള തസ്ബീഹും ദുആയും എല്ലാം ഉൾപ്പെടെയാണ്. അങ്കണക്കിനാണ് നിസ്കാരത്തിനോട് ഒക്കുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, സലാം വിട്ടതിന് ശേഷം ഒരാൾ ലുറാത്ത് വിട്ട് കഴിഞ്ഞാൽ അയാൾ ജുമാഅത്തിലാവുമെന്ന് വെച്ച്. കാരണം അയാൾ നിസ്കാരത്തിലല്ലേ, നിസ്കാരത്തിനെണ്ണത്തിൽ കൂട്ടിയില്ലേ. ഉപ്പനീതിയായം പറഞ്ഞ് കുറച്ച് കൂടുതലായി തോന്നുന്നുണ്ട്. വാരിദായ സൂറത്ത് ഓതിയാൽ തന്നെയും എന്തുണ്ട്, ഖുതുബ കുറച്ച് നീളുന്നുണ്ട്. അതുകൊണ്ട് ഇഖ്തിസാറാക്കാൻ വേണ്ടി ഉപ്പാൻ അധികാരപ്പെടുത്തി. എൻ്റെ ഉപ്പ തുടങ്ങി വെച്ച നോട്ട് ബുക്ക് അപ്പം എൻ്റെ അടുത്തുണ്ട്. എന്നോട് പറഞ്ഞ് ഈ 2 ഫിക്റയിൽ ചുരുക്കുക. ഹംദും സനാവും എന്താക്കണ്ട, കുറക്കണ്ട. ഈ 2 ഫിക്ര നമ്മുടെ ഇതില്ലേ ഹരീരി മൗലിദിൽ എങ്ങനെ ഉണ്ടാവില്ലേ, ഈ 2 ഫിക്ര തൂക്കൊപ്പിച്ച് മതിയാക്കിയില്ലേ. എന്നാൽ ഇഖ്തിസാറോ ഞാനെന്താ ഇഖ്തിസാറിന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. മിമ്പർമ കയറിയിട്ട് അങ്ങ് ഇഖ്തിസാറാക്കും. അത് കറാഹത്താണ്. എന്തുകൊണ്ട്? സൂറത്ത് തേച്ചു ഓതലാണ് വാരിദായ സൂറത്തിന്റെ ഹക്ക്. അത് ഓതാത്താക്കി കേട്ട് നിൽക്കലാണ് ബദലി അല്ലേ. അപ്പം ബദലി ഇന്ന സാനിയാക്കും എല്ലാത്തിനും മാത്രം കേട്ടാൽ വാരിദായ സൂറത്ത് എന്നില്ല, തേച്ചും കേട്ടിട്ടില്ലല്ലോ. അപ്പം തേച്ചു ഓതാത്ത സ്ഥാനത്തായി അത് അപ്പം രോഗികളുണ്ടാവും. പക്ഷെ അയാൾക്ക് ആദ്യം തന്നെ ജുമാക്ക് ഉതിരുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു, ഇന്നോളി മുന്നോട്ട് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇയാൾ വേഗം ഉറക്കോയി പോയിട്ട് സലാം പൊട്ടി തിരക്കുകളിലാന്ന് ആണ് നിന്നിട്ട് പൊറപ്പിക്കാനാ കഴിച്ചു. അപ്പോൾ അവർക്ക് ജുമാ ഉജൂബില്ല. ഇത് ഖുതുബയാ. ഇപ്പം എത്ര ഖുതുബ കട്ട് ചെയ്തിട്ട് ഖുതുബുണ്ട്. എനിക്ക് നമ്മൾ മെനക്കെട്ടിട്ട് ഞാനും മെമ്പറും വന്ന് ചുരുക്കലാണ്. പക്ഷെ അത് തന്നെ പറഞ്ഞു ഹംദും സലാം ചുരുക്കണ്ട, അള്ളാഹ്ക്കുള്ളതല്ലേ. ചൂടുകാലത്ത് അതെ നമ്മ പോകുന്ന ജുമാക്ക് നല്ല കറക്റ്റല്ലേ.
പിന്നാണ് നിൽക്കാൻ കഴിഞ്ഞിട്ട് പരക്കത്തിയാൽ നിസ്കാരത്തില്ല എന്ന് പറയുന്നതിനൊന്നും അർത്ഥമില്ല. എന്തല്ലോ പറഞ്ഞിപ്പിക്കില്ല. وروى الإمام أحمد وأبو داود من حديث حكيم بن حزام رضي الله عنه قال شهدت مع رسول الله صلى الله عليه وسلم الجمعة. നബി തങ്ങളോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമയിൽ ഞാൻ പങ്കെടുത്തു. ഫഖാമ മുതവക്കിയൻ അല അസ, ഒരു വടിൻ്റെ മുകളിൽ ഊന്നിക്കൊണ്ടാണ് തങ്ങൾ നിന്നത്. ആ കൗസിന് അല്ലെങ്കിൽ കൗസിൻ്റെ മേലെ, അത് റിവായത്തിൽ വ്യത്യാസമാണ്. ഫഹമിദല്ലാഹ വാസിന അലൈഹി, അങ്ങനെ അള്ളാഹിനെ സ്തുതിച്ച് അള്ളാഹിനെ പുകഴ്ത്തി പറഞ്ഞു. പിന്നെ കലിമാത്തിൻ ഖഫീഫാത്ത്, കുറഞ്ഞ കലിമാത്തുകൾ, തയ്യിബാത്തുൻ മുബാറക്കാത്ത്, അനുഗ്രഹീതമായ ചില കലിമാത്തുകൾ. ഹാലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യഖ്തുബു, തങ്ങൾ ഖുതുബ ഓതുന്ന അവസരത്തിൽ തങ്ങളുടെ അവസ്ഥ, അതായത് ആ വിഷയം തങ്ങൾ തന്നെ ഉൾക്കൊണ്ടിട്ട് പറയുന്നുണ്ടാകും. അതിൻ്റെ ജനങ്ങളിൽ തഫ്സീർ ചെയ്യും. എന്നല്ലാണ്ട് ആടെ നിന്നിട്ട് കാണാപ്പാടെ ഇങ്ങനെ കോപ്പി അടിക്കുന്ന സൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അതാവില്ല. കാന സല്ലല്ലാഹു അലൈഹി യതഗയ്യറു ഹാലുഹു ഇൻദൽ മൗഇദ, വാദ് പറയുന്ന നേരത്ത് തങ്ങളുടെ ഹാല് മാറും. അതെന്താ? ഇഹ്തിമാമൻ വയലാമൻ, അതിനെ ഗൗരവത്തിൽ കണക്കിലെടുത്തു, അതുകൊണ്ട് ലക്ഷ്യമാക്കിയതുകൊണ്ടാണ്. വയുറഫു ദാലിക ഫീ വജ്ഹിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഖത്ത് തന്നെ അത് പ്രകടമാകും. റവാ മുസ്ലിമൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ഖതബ ഇസ്തദ്ദ ഖലബുഹു, തങ്ങൾ ഖുതുബ എന്ന അവസരത്തിൽ തങ്ങളുടെ ഖലബ് ശക്തിയാകും. ഇത് മർമൂമായ ഖലബല്ലത്. വഅലാ സൗതുഹു, തങ്ങളുടെ ശബ്ദം ഉയരും. വഹമറത്ത് ഐനാഹു, തങ്ങളുടെ കണ്ണ് ചുവക്കും. കഅന്നഹു മുൻദിറു ജൈശിൻ, അത് സൈന്യം നമ്മൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് താക്കീത് നൽകുന്ന ശൈലി ഉണ്ടാകും. യഖൂലു സബ്ബഹക്കും വമസ്സാക്കും, രാവിലെ സൈന്യം നിങ്ങൾ കീഴടക്കാൻ വരും, അതുപോലെ വൈകുന്നേരം സൈന്യം നിങ്ങളെ കീഴടക്കാൻ വരും എന്ന് താക്കീത് കൊടുക്കുന്നത് പോലെ ഉണ്ടാകും. وروى الطبراني والبزار عن جابر رضي الله عنه كان النبي صلى الله عليه وسلم إذا أتاه الوحي أو وعظ, തങ്ങൾക്ക് വഹി വരികയോ അല്ലെങ്കിൽ വാള് പറയുകയോ ചെയ്താൽ ഖുൽത, നീ പറയും, നദീർ ഖൗമിൻ അതാഹുമുൽ അദാബ്, അദാബ് വന്നെത്തിയ ഒരു കൗമിനോട് താക്കീത് അറിയിക്കുന്ന ശൈലിയുണ്ട് എന്ന് നീ പറയും. എന്നിട്ട് അങ്ങനെ എല്ലാവർക്കും അനുഭവപ്പെടും. ഫൈദാ ദഹബ അൻഹു ദാലിക, അത് പോയി കഴിഞ്ഞാൽ തങ്ങൾ നല്ല പ്രസന്നമായി. റായിതഹു അത്ലഖന്നാസി വജ്ഹൻ, മുഖത്തിനാൽ ഏറ്റവും പ്രസന്നമായവരും, വഅക്സറഹും ലഹിക്കൻ, പുഞ്ചിരിയാൽ ഏറ്റവും അധികരിച്ചവരും, വഹസനഹും ബിശ്റ, സന്തോഷത്തിനാൽ ഏറ്റവും മെച്ചപ്പെട്ടവരുമായി കാണാൻ കഴിയും. ആ പ്രത്യേക ഹാല് വരുമ്പോൾ അതിന് മാറ്റം വരും. അമ്പിയാമൃഷങ്ങളെ പറ്റി പറയുമ്പോൾ അവരെ മറക്കാമനുസരിച്ച് അർത്ഥം വെക്കേണ്ടി വരുമല്ലോ. അല്ല, ഫതബസ്സമ നാഹികൻ. وروى الإمام أحمد رضي الله عنه عن زبير بن العوام رضي الله عنه قال كان رسول الله صلى الله عليه وسلم يخطبنا, നമ്മളോട് ഖുതുബ ഓതും. ഫയുദക്കിറുനാ ബിഅയ്യാമില്ലാഹി, അല്ലാഹുവിൻ്റെ അദാബുകളെ കുറിച്ച്, അത് അതിനെ സമൂഹത്തിനെ രസിപ്പിച്ച കഥകളൊക്കെ ഉണ്ടല്ലോ, അതാണ് അയ്യാമുല്ലാഹി, അള്ളാഹുവിൻ്റെ നടപടിക്രമം. അതെന്താക്കും നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. ഹത്താ യുഅറഫ ദാലിക മിൻ വജ്ഹിഹി, അത് തങ്ങളുടെ മുഖത്തിൽ കൂടി തന്നെ മനസ്സിലാക്കാമായിരുന്നു. വകഅന്നഹു നദീറു ഖൗമിൻ, ഒരു ഖൗമിൻ്റെ നദീർ, താക്കി നൽകുന്നവർ. എങ്ങനത്തെ? യുസബ്ബിഹുഹുമുൽ അംറു ഗദ്വതൻ, അതിരാവിലെ അവരുടെ കാര്യം ശത്രുക്കളെ വന്ന് പിടിച്ചെടുക്കും എന്നുള്ള ഒരു നദീറുണ്ടല്ലോ എന്നതുപോലെ. വകാന ഇദാ കാന ഹദീസ അഹദിൻ ബിജിബ്രീൽ, ജിബ്രീലുമായി കണ്ടുമുട്ടിയ അടുത്ത സമയമാണെങ്കിൽ ലം യതബസ്സം ലാഹികൻ, ചിരിക്കൂല. ഹത്താ യർതഫിയ അൻഹു, ജിബ്രീൽ പോകുന്നത് വരെയും. ജിബ്രീലിനെ ആദരിച്ചിട്ടാണ്. ഇനി
ഖുവ്വത്തു അലിഹി വതദ്കീരിഹി വതഅസീരിഹി ഫി സ്വഹാബത്തി റളിയല്ലാഹു അൻഹും. തങ്ങളെ വാഴ എത്രത്തോളം ഫലപ്രദമായിട്ടുണ്ട്. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം വാല അസ്റ ഫി ഖുലൂബി സാമിഈൻ. കേൾക്കുന്നവരുടെ കൽബുകളിൽ അത് വല്ലാതെ അസർ ചെയ്യും. വതയ്യബ നുഫൂസഹും. അവരുടെ നഫ്സിനെന്താകും? തയ്യിബാക്കും. മനസ്സിൻ്റെ ദുഃഖങ്ങളും ടെൻഷനുകളും എല്ലാം ദൂരീകരിക്കപ്പെടും. ഹത്താ ഇന്നഹും തദരിഫു ദുമൂഉഹും. അവരുടെ കണ്ണുനീർ കുറ്റിയൊലിക്കും. വതരിഖു. ആ ഖുലൂബുകൾ തഖ്ശഉ ഖുലൂബുഹും. അവരുടെ കൽബുകൾ എന്താകും? മയമ്പറും. വയർതഖിൽ ഹാലു ബിഹിം ഇലൽ മുശാഹദാതി വൽ മുആയനാതി. ആ പറഞ്ഞ കാര്യം ഗൈബിയാണെങ്കിൽ കൺമുമ്പിൽ കണ്ടതുപോലെ ഉണ്ടാകും. സ്വർഗം നരകത്തിന്റെ അവസ്ഥകളൊക്കെ കണ്ടിട്ടില്ലെങ്കിലും കണ്ട മുശാഹദത്ത് മുആയനാത്തിലെത്തി. അതാ ഫഅൻ ഹൻദലത ബിൻ റബീഇ റളിയല്ലാഹു അൻഹു ഖാല ലഖിയനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഫഖാല ലി. എന്നോട് പറഞ്ഞ് കൈഫ യാ അൻത യാ ഹൻദല. ഹൻദല നിങ്ങൾ അവസ്ഥ എന്ത് എന്നൊരു ചോദ്യം. ഫഖുൽതു. ഞാൻ പറഞ്ഞ് നാഫക. ഹൻദല മുനാഫിക്കായി പോയി. സ്വന്തം തന്നെ മുനാഫിക്കായി പോയി. ഈ നിഫാഖ് ഏതല്ല? ശറയിൽ പറയപ്പെടുന്ന ശറയ്യ നിഫാഖല്ലത്. ഫഖാലലി. എന്നോട് മുന്നൂറ് മാ തക്കൂലും. ഞാൻ ഈ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയണം കേട്ടോ എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് തങ്ങൾ കുറച്ച് ഗൗരവമേറിയ വാക്കല്ല പറഞ്ഞു. ഫഖുൽതു ലഹു. അപ്പം ഞാൻ പറഞ്ഞ് നകൂനു ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലാണ് നമ്മൾ. യുദക്കിറുന ബിന്നാരി വൽ ജന്ന. സ്വർഗം നരകം കൊണ്ട് തങ്ങളെന്താക്കും? നമുക്ക് വാർത്ത അറിയിക്കും. കഅന്ന റഅയ ഐൻ. അത് നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടതായി തോന്നും. അതല്ല ഇമാനു ഹാരിസ എന്ന് പറഞ്ഞില്ല നമ്മളെ ദുആയിൽ. ഫൈദാ ഖറജ്നാ മിൻ ഇന്ദിഹി. തങ്ങളുടെ അടുക്കൽ നിന്ന് പിരിഞ്ഞു പോയാൽ ആഫസനൽ അസ്വാജ്. ഭാര്യമാറുമായി വർത്തമാനം പറയും. വല്ല ഔലാദ് കുട്ടികൾ മാറ്റി താമസം പറയും. വല്ല തോട്ടത്തിലേക്ക് പോകും. വനസീന കസീറ. മുമ്പുള്ള ഹാലിൽ മാറി വന്നു. അപ്പോൾ തങ്ങളെ മുമ്പിലെത്തുമ്പോൾ ഒരു നല്ല പുള്ളിയും മാറുമ്പോൾ ഒരു മോശമായി തോന്നിക്കുന്ന രൂപത്തിലാണ് അവസ്ഥ ഉള്ളത്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയത തങ്ങളെ ഹദ്റത്തിലെത്തിയ സ്വർഗം നരകെല്ലാം കൺമുമ്പിലുള്ളതുമായി തോന്നുന്നു. അതുതന്നെയാണല്ലോ ശൈഖന്മാരെ സുഹബത്ത് പോകണമെന്നല്ല. ചില തരീക്കത്തിൽ നിങ്ങൾ ചെല്ലിയും പാടൊന്നും വേണ്ട, അറിയുമല്ലോ ചെല്ലിയാൽ മതി. 5 നേരം നിൽക്കിരിക്കണം, നിസ്കാരം നന്നായിരിക്കണം, ബാക്കി സുഹബത്ത്. നക്ഷബന്ധി തരീക്കത്തിൻ്റെ ഇന്നലെ നോക്കി തരീക്കിൻ്റെ ജാത്ത് അതെന്താ പറഞ്ഞിട്ട് ചിലരും പാടൊന്നും വേണ്ട, സുഹബത്ത് മതി. എന്തുകൊണ്ട്? ശൈഖന്മാർക്ക് അവതരിക്കുന്ന ഈ അഹ്വാലുകൾ സദസ്സിൽ അനുഭവപ്പെടുമ്പോൾ കൽബിലാണ് തുളച്ചു കയറുന്നത്. പക്ഷെ അന്നേരം കളിയും ചിരിയൊന്നും പറ്റൂല, അടങ്ങിയടിക്കുന്നുള്ളൂ. സുഹബത്ത് ഹിദ്മത്ത്. രണ്ടധികം കൂടെ ഒതുങ്ങിയാൽ തമ്പീഹു അവിടെ വെക്കുന്നു, അല്ലേ? وروى الترمذي عن إرباض بن سارية رضي الله عنه أنه قال وعظنا رسول الله صلى الله عليه وسلم. നമുക്ക് വാഴ് പറഞ്ഞു. മൗഇദതൻ, ഒരു വാഴ്. വജിലത്ത് മിന്നൽ ഖുലൂബ്, ഹൃദയങ്ങളെല്ലാം പേടിച്ച് വിറച്ചു പോയി. വദരിഫത്ത് മിന്നൽ ഉയൂൻ, കണ്ണുകളെല്ലാം ജലമൊഴുകുന്നതായി മാറി. അതിൻ്റെ സുഹൃത്ത് പക്ഷെ വാഴ് പ്രത്യേകം പറഞ്ഞിട്ടില്ല. വഫീ റിവായത്തിൽ ഗൈരി തിർമദി, തിർമദി അല്ലാത്തവരുടെ റിവായത്തിലുണ്ട്. വഅലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾ വഅദ് പറഞ്ഞു. മൗഇദതൻ, ഒരു വഅദ്. എങ്ങനത്തെ വഅദ്? മല്ലത് മിൻഹൽ ജുലൂദ്, തോലുകളെല്ലാം കത്തിപ്പോയി എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ അത്ര ഗൗരവമേറിയ വഅദാണ്. വദരിഫത്ത് മിൻഹൽ ഉയൂൻ, കണ്ണുകളെല്ലാം ജലം വാരുന്നതായി. വവജിലത്ത് മിന്നൽ ഖുലൂബ്, ഹൃദയങ്ങൾ പേടിച്ച് വിറച്ചു പോയി. അങ്ങത്തൊരു വാഴ്. ഫഖുൽനാ, നമ്മൾ പറഞ്ഞ് കഅന്ന ഹാദിഹി മൗഇലതു മുവദ്ദിഇൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ആളെ വാഴ് പോലിരിക്കുന്നല്ലോ. ഫമാദാ തഅഹദു ഇലൈനാ, അതുകൊണ്ട് തങ്ങൾ എന്താണ് നമുക്ക് വസിയത്ത് പറയുന്നത്? എല്ലാം കേട്ടാ. ഫഖാല അനിത്തഖുല്ലാഹ്, ഒന്ന് അല്ലാഹ്ക്ക് തഖ്വ ചെയ്യണം എന്ന് പറഞ്ഞു. വാൻ തത്തബിഉ സുന്നതി, എൻ്റെ സുന്നത്ത് നിങ്ങൾ പിൻപറ്റണം എന്ന് പറഞ്ഞ്. വസുന്നത്തുൽ ഖുലഫാഇ, ഖുലഫാക്കളുടെ സുന്നത്തും പിൻപറ്റണം. അപ്പോൾ സുന്നത്ത് ആവർത്തിച്ച് വന്നുകൊണ്ട് അവർ മുജ്തഹിദീങ്ങളാണെന്നും അവരുണ്ടാക്കി തന്ന തങ്ങളെ ദീനിനെതിരെ വരാത്തതാണെന്നും വന്നു. അല്ലെങ്കിൽ തങ്ങളെ തന്നെയാണെങ്കിൽ പിന്നെ അത് ആവർത്തനമില്ല.
അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നടപ്പാക്കിയാൽ അല്ല സിദ്ദീഖ് തങ്ങൾ നടപ്പിലാക്കിയാൽ അത് നമുക്ക് സുന്നത്താണ്, നമ്മളെ തെളിവാണ്. അവർക്ക് ഒന്നും കൂടെ വസ്തു പറഞ്ഞ് അൽ ഹാദിയ അൽ മഹദിയ, അവർ ഹിദായത്തുള്ളവരാണ്, ഹിദായത്ത് കൊടുക്കുന്നവരാണ്, ഹിദായത്ത് കിട്ടപ്പെട്ടവരുമാണ്. ഹാദിയ ഹിദായത്ത് കൊടുക്കുന്നവർ, അതാ മുന്തിച്ചത്. അള്ളു അലൈഹ ബിൻ നവാജിദ്, അത് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കേണ്ടതാണ്, മുമ്പല്ലായ പൊരിഞ്ഞു പോകും ചിലപ്പോൾ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ദീനിനൊക്കാത്ത ബിദ്അത്തുകളും ദലാലത്താകുന്നു. എല്ലാ കുല്ലെന്തല്ല, കൊല്ല് ഹഖീഖിയല്ല എന്നാണ്. എല്ലാ സാധനവും കൊല്ല് യഖുദു കുല്ല സഫീനത്തിൻ ഖസബാ എന്ന് പറഞ്ഞ കൊല്ലെന്താണ്, ഇലാഫിയോ ഹഖീഖിയോ? വകാന വറാഅഹും അലിയും ഖദർ അലൈഹിസ്സലാമും മൂസ അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്തു പോയ കപ്പലില്ലേ, മൂപ്പറന്താക്കി കപ്പലിൽ ചെറിയ കേട് വരുത്തി. അപ്പോൾ അത് ഖദർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാം എത്ര ആൾ പറഞ്ഞു, അങ്ങനെ ചെയ്യണ്ടല്ലോ, മിസ്കിന്മാരെ കുറെ ജീവിക്കുന്ന കപ്പലല്ലേ. വക്കാന വറാഅഹും മലിക്കും യഖുദു കുല്ല സഫീനത്തിൻ ഖസബാ എന്ന് പറഞ്ഞ കുല്ലെന്താന്ന് പറഞ്ഞേ, ലോകത്തുള്ള എല്ലാ കപ്പലും പിടിക്കുന്ന, അതിൽ കൂടി പോകുന്നത് കൊണ്ട് തഖ്സീസാക്കി. എല്ലാം തൽപ്പറമ്പിലോ കണ്ണൂരോ ഓടിയ കപ്പലിനും പിടിക്കൂല. അത് തന്നെ കേടില്ലാത്ത കപ്പലാന്ന് പറഞ്ഞ് യുദ്ധത്തിനെടുക്കാൻ വേണ്ടിയിട്ട് കേടുള്ള കപ്പൽ ഒഴിവാക്കി കൊടുക്കും. അപ്പോൾ രണ്ട് തരം തഖ്സീസാണ് നടന്നിട്ടുണ്ട്. ഇത് മനസ്സിലാകുന്നുണ്ടാവുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കരകവിന്നാ തോന്നുന്നു. ബഹൂത്തിയത്ത് മിൻകുല്ലി ഷൈഇൻ, ആരെപ്പറ്റി വിൽക്കിസിനെ പറ്റി എല്ലാം കൊടുത്തുന്ന, ലോകത്തിലുള്ള സകല ABCD കൊടുത്തുന്ന അർത്ഥം ഒരു രാജാവിന് വേണ്ടപ്പെട്ട എല്ലാം ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ അവിടെയാണ് ഉസൂല് പഠിക്കേണ്ടത്. കൊല്ല് എന്നുള്ളത് ഹഖീഖിയാവാം ഇലാഫിയാവാം. അപ്പോൾ തഖ്സീസ് വരും. തഖ്സീസ് വരുമ്പോൾ എന്തെല്ലാം ഉണ്ട്, കുല്ല ബിദ്അത്തിൻ എന്ന് പറഞ്ഞാൽ ബാത്തിലായ ബിദ്അത്തുകൾ ദലാലത്താണ്. അപ്പം എന്തുകൊണ്ട് ബിദ്അത്തുൻ ഹസനത്ത് എന്നുണ്ട്, അത് മുതകബ്ബിറും ജബ്ബാറും സമ്മതിക്കൂല, എല്ലാം തന്നെയാണ്. ആ പിന്നെ എങ്ങനെയാ, മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. ബിദ്അത്ത് എന്നുള്ള പേര് എന്ന് പറയുന്നത് സയ്യത്തിന് മാത്രം ഉപയോഗിക്കുന്നതാണ്, നല്ല ചീത്ത എന്നാലും പറയില്ല. അങ്ങനെയല്ല ചോദിക്കുന്നത്. ഇവിടെ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്ത്, അതേതാ സുന്നത്ത്? ഈ മൻസന്ന എന്ന് പറഞ്ഞ ഒരാൾക്ക് അധികാരം കൊടുത്തിട്ടുണ്ടല്ലോ. വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ സയ്യിഅത്തൻ, ആ സുന്നത്തൻ സയ്യിഅത്താണ് ഇവിടെ ബിദ്അത്ത്. അപ്പൊ സുന്നത്ത് എന്നുള്ളത് എന്തെല്ലാം മുക്കാബിലി പ്രയോഗിക്കുന്നത്, നമ്മളെ പണ്ടത്തെ ഒരു ക്ലാസ് ഉണ്ട്, ഓർമ്മിച്ച് വെച്ചോണേ, എല്ലാം ഒന്നും അടക്കി പറയാൻ കഴിയില്ല. മുത്തലക്കാട്ട് സുന്നത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, സുന്നത്തിന്റെ മുക്കാബിലയിൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, അതെത്ര തരമുണ്ട്. സുന്നത്തിന്റെ മുക്കാബിലയിൽ എന്ത് പറയും, ഫർള് പറഞ്ഞാൽ എന്താണ്, സുന്നത്തിന്റെ മുക്കാബില കിതാബ് പറഞ്ഞാൽ എന്താണ്. കിതാബ് സുന്നത്ത്, മറ്റൊന്നേതാ, കിതാബും അല്ല സുന്നത്ത് ഫർളും, അത് അഹ്കാമാണ്. മറ്റേത് അഹ്കാമിന്റെ സോഴ്സ്, അത് അൽക്കാമ് പിടിച്ചെടുക്കേണ്ടുന്ന ഉസൂലുകളാണ് കിതാബ്. അപ്പൊ കിതാബ് സുന്നത്തിൽ നിന്നാണ് ഫർളും സുന്നത്തും പിടിച്ചെടുക്കുന്നത്. അപ്പൊ അത് നഫ്സിൽ നിന്ന് നഫ്സ് പിടിച്ചെടുത്തു എന്ന് അർത്ഥം വരില്ല. കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും എന്ത് പിടിച്ചെടുത്ത്, ഫർളും സുന്നത്തും പിടിച്ചെടുത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നഫ്സിൽ നിന്ന് നഫ്സിനെ പിടിച്ചെടുത്തുന്നല്ല അർത്ഥം കിട്ടല്, അതുണ്ടാവില്ല. ഇതെല്ലാം ആരോടാ പറഞ്ഞു കൊടുക്കേണ്ടത്? ഇപ്പൊ ലേശം തലച്ചോറ് എന്തെങ്കിലും തരുള്ളിൽ വരുമോ, അവിടുത്തെങ്കിലും ഒരു സാമ്പത്തികന്റെ അളവ് എന്തെങ്കിലും ഉണ്ടാകണ്ടേ. ഏത്ര ആളുകൊണ്ട് ഉണ്ടാക്കി അറിയോ, മനസ്സ് നിറച്ചു കളഞ്ഞു. അതാ നബിമാം മുതൽ അസാദ് ഇമാം മുതൽ സകല ഇമാമികൾ, ഉസൂലിന്റെ ഇമാമികൾ എല്ലാവരും പറഞ്ഞു ഒന്നുണ്ട്, ബിദ്അത്ത് എന്നുള്ളത് ഹസനത്തായിട്ടും സയ്യിഅത്തായിട്ടും വരും. അങ്ങനെ വന്നതിന് ശേഷം 5 അഹ്കാമുകൾ അവസരോചിതമായി അതിനെ ബാധിക്കും എന്നല്ലേ. എന്തെല്ലാം 5 അഹ്കാമ്? ജവാസ്, പിന്നെ ഫർള്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്. അപ്പൊ ഇമാമികളെ മറികടന്നുകൊണ്ട് ഇറവാക്കെടുക്കണം എന്നാ പറയുന്നത്. അങ്ങനെ ഒരു കുറ്റങ്ങൾ അന്നമ്മ ആക്കിയിട്ടില്ല, ഞാക്കാൻ എടുക്കട്ടെ എന്ന് വിചാരിക്കാം. وقال أسيد بن حضير رضي الله عنه لو أني أكون على أحوال 3 من أحوالي لكنت من أهل الجنة. എനിക്ക് 3 ഹാല് വരാറുണ്ട്.
ആ 3 ഹാലുമ തന്നെ ഞാൻ നിലനിൽക്കുമെങ്കിൽ എന്താ, ഞാൻ സ്വർഗത്തിൻ്റെ ആളാണ്. എന്താന്ന്, ഒന്ന് ഹീന അക്റഉൽ ഖുർആൻ ഓതുന്ന നേരത്ത് എനിക്ക് പുതിയൊരു ഹാല് വരും, അപ്പം തന്നെ മരിക്കുകയാണ്, ഞാൻ സ്വർഗത്തിലാണ്. 2 വഹീന അസ്മഉഹു, മറ്റൊന്നപ്പോൾ അത് ഖുർആൻ കേൾക്കുമ്പോഴും, അത് രണ്ടും കൂടെ ഒന്നാക്കിയാൽ മതി. മറ്റൊന്നാക്കുന്ന ഖുർആൻ കേൾക്കുമ്പോൾ. വൈദാ സമയത്തു ഖുതുബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖുതുബ കേൾക്കുമ്പോഴും കണ്ടാ. വൈദാ ശഹിദ്തു ജനാസത, ജനാസയിൽ പങ്കെടുത്താലും. 3 ഹാല് പറഞ്ഞില്ലേ. ആ ജനാസയിൽ പങ്കെടുക്കുമ്പോൾ വേറെ കൽബെല്ലാം ബേജാറിലായി ഹൗഫിലേക്കും വന്ന്. അതെ, വാനലോകത്തിൽ നിന്ന് സക്കീനത്തിറങ്ങിയില്ലേ. ബൽ കാനത്ത് ഖുതുബുഹു വ മവാഇലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തുഅസ്സിറു ഫിൽ ജമാദാത്ത്, തങ്ങളുടെ ഖുതുബയും തങ്ങളുടെ പ്രസംഗങ്ങളും അതെല്ലാം ജമാദാത്തിൽ പോലും എന്താണ് ഫലം ചെയ്യും. ഖുർആന്റെ സ്തുതി അതല്ലേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ, ജബല. അപ്പൊ ആ അലാ ജബലിൻ എന്ന തൻവീൻ തന്നെ എന്താണ്, ജബല് പതയുള്ള ജബലായിരിക്കൂല. റഅയ്തഹു ഖാശിയം, അപ്പോൾ മുസാഫിടത്തിൽ അവിടെ കൊണ്ടുവച്ചാൽ ആ ജബല് പൊളിയുന്ന അർത്ഥം. കമാ ഫറദ ഫിൽ മുസ്നദി വഅസ്ലുഹു ഫി മുസ്ലിം അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖാല ഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖറഅ ഹാദിഹിൽ ആയാത യൗമിൻ അലൽ മിമ്പർ, ഒരു ദിവസം മിമ്പറിന്റെ മേലെ വെച്ചുകൊണ്ട് താഴെ പറയുന്ന ആയത്തോതി. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമah വസ്സമാവാതു മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. അള്ളാഹുവിനെ പറ്റി കണക്കാക്കേണ്ട പോലെ കണക്കാക്കിയിട്ടില്ല എന്ന്, അള്ളാഹുവിൻ്റെ അളമത്തും അവൻ്റെ ജലാലത്തും കണക്കിലെടുക്കാതെ അള്ളാഹിനെ പറ്റി എന്തെല്ലോ പറയാം, തോന്നിയതുപോലെ പറയാം. ടേപ്പ് വെച്ച് നടക്കാൻ കഴിയുമെന്ന് പറയാം, തുലാസിൽ വെച്ച് തൂക്കാൻ കഴിയുമെന്ന് പറയാം. മഅരിഫത്താന്ന് ഓമന പേരും കൊടുക്കുക. എന്തൊരു ദുൽമ. അള്ളാഹുവിൻ്റെ അളമത്ത് പറയുന്ന മഖ്ലൂക്കാത്ത് ഒരു ഷൈഉം അല്ല. മഖ്ലൂക്കാത്തിൻ്റെ അതാണ് വൽ അർളു ജമീഅൻ ഖബ്ലതുഹു യൗമൽ ഖിയാമ, ഭൂമി മുഴുവൻ അള്ളാഹിന് ഒരു പിടിക്ക് വരാനേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിയുണ്ടെന്നും ഭാരൂന്നല്ല അതിൻ്റെ അർത്ഥം. ഭൂമി ഒരുണ്ട പോലെ എങ്കയിലെന്നോ പറഞ്ഞു പറഞ്ഞാൽ എന്താന്ന്, ഒരുണ്ട പോലെ ഇങ്ങനെ വെച്ചാൽ നിന്നാ അത്രയേ ഉള്ളൂ. മാരിഫത്തിന്റെ ദായിറ വാസിയാകുന്ന ആളുകൾക്ക് മഖ്ലൂക്കാത്ത ഒരു ചെയ്യുന്നു. കാരണം അതിന്റെ ഖാലിഖിനെ അവരുടെ മനസ്സിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. അത് അതിന്റെ ഇസാരത, അതാണ് മുത്തശാബിഹ് എന്ന എന്ത് വേണം, ആകാശങ്ങൾ മുഴുവനും അല്ലാഹുവിനെ ചുരുട്ടിപ്പിടിക്കാൻ മാത്രമേ ഉള്ളൂ. ഹഖീഖത്തും മജാസിന്റെ പ്രയോഗങ്ങളുണ്ട്. സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ, എന്ത് കാര്യം അള്ളാഹിനെ കൊണ്ട് ശിർക്ക് വെച്ച് അതിനെ തൊട്ടല്ല അള്ളാഹു പരിശുദ്ധനാണ് എന്ന് ഈ ആയത്ത് ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഹകദാ ബിയദിഹി, പിന്നെ തങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുന്നു. യുഹദ്ദിഖുഹ, ഇങ്ങനെ യുഖ്മിലു ബിഹാ വയുദ്ബിറു. എന്നിട്ടോ യുമജ്ജിദു റബ്ബു നഫ്സഹു സുബ്ഹാനഹു വതആല, റബ്ബ് സുബ്ഹാനഹു വതആല അവനെ തന്നെ സ്തുതിച്ച് പറയുന്നു. അനൽ ജബ്ബാർ, അനൽ മുതകബ്ബിർ, അനൽ മലിക്, അനൽ അസീസ്, അനൽ കരീം. ഇതിങ്ങനെ പറഞ്ഞപ്പോൾ എന്തായിന്നറിയോ, ഫറജഫ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ ഇങ്ങനെ മിമ്പർ ഇങ്ങനെ ബറബറക്കയാണ്. ഹത്താ ഖുൽനാ ലാ യഖിറന്ന ബിഹി, മിമ്പർ അടക്കം തങ്ങൾ വീടുപോകുമോ എന്ന് പേടിച്ചു പോയി. അസാഖിത്തുൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതന്ന ലാ യഖിറന്ന ബിഹി, തങ്ങൾ ഉൾപ്പെടെ മിമ്പർ അടുപ്പം വീട് പോകുമോ എന്ന് പേടിച്ചു പോയി. കമാ ഫി റിവായത്തി മുസ്ലിം. അപ്പോൾ ഫൽ മിമ്പറു യഹ്തസു തഅസ്സുറൻ ബിവാലിഹി വതദ്കീരി, തങ്ങളുടെ വാളും തദ്കീറും കേട്ടിട്ട് മിമ്പറാണ് അത് ഉൾക്കൊള്ളുന്നത്. ഫവൈലു ലിൽ ഖുലൂബില്ലത്തി ലാ തഹ്തസ് ബിമവാഇദിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളെ മോലത്ത് കൊണ്ട് കിടിലം കൊള്ളാത്ത കൽബുകൾക്ക് എന്തൊരു വൈരി സംഭവിച്ചു പോയി. അതിനും കൂടെ കേൾക്കാം. തങ്ങളെ പറ്റി ഇത്ര കേട്ടാൽ നല്ലത്. പിടിഞ്ഞ എന്ത് പിടിയിലെന്ന് അങ്ങനത്തെ ഒന്നുമില്ല. തംബീഹുഹു സല്ലല്ലാഹു അലൈഹി അൽ ഖുതബാ വൽ വാഇലീന അലാ മസ്ഊലിയതിഹിം ഇൻദ റബ്ബിൽ ആലമീൻ
ഖതീബുമാരായാലും ശരി, വാലന്മാരായാലും ശരി, നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അതിനെക്കുറിച്ച് അല്ലാഹു തആല ചോദിക്കുമെന്നാണ് പറഞ്ഞത്. ലമ്മാ കാനത്ത് മവാഖിഫുൽ ഖിതാബത്തി വൽ വാളി വത്തദ്കീരി മവാഖിഫു മുഹിമ്മത്തുൽ ഖതീറ, വലിയ അപകടം പിടിച്ച മൗഖിഫുകളാണ്. കാരണം പറഞ്ഞിട്ട് അവരെ വിശ്വസിക്കുന്ന ആളുണ്ടെങ്കിൽ അവരെ അഖീദ തന്നെ മാറും. ജഹാലത്ത് പറഞ്ഞു കൊടുത്താൽ ജഹാലത്ത് വിശ്വസിക്കും. അതുകൊണ്ട് വളരെ ഉത്തരവാദപ്പെട്ട കാര്യമാണെന്ന് ആരും ഈ പ്രാസംഗികന്മാരും വാദന്മാരും മനസ്സിലാക്കണം. പറഞ്ഞു കൊടുത്ത എന്താന്ന് അവർ ആദരിക്കുന്ന ആരും കണ്ട് അവർ അംഗീകരിക്കും. ഞാൻ പണ്ട് നമ്മളെ ഷെയ്മാക്ക് അടുപ്പിച്ചോട്ട് എന്താന്ന് ഫുർണിയെ ടൂറി എന്ന് വായിച്ചു പറ്റ തമാശക്ക് ഫർണിച്ചറിന് ഞാൻ ഫുർണിയെ ടൂറി എന്ന് എഴുതിയ പോലെ വായിച്ചത് തമാശാക്കിയാന്ന് ഓണത് കിട്ടി. അപ്പുറത്ത് ഒരാളെ തിരുത്തി കൊടുത്ത് ഫർണിച്ചെന്നാണോ ഉപ്പാപ്പ എന്നൊക്കെയാണ് അറിയുന്ന ആളാണ്. അതുകൊണ്ട് ഉപ്പാപ്പ പറഞ്ഞതിനപ്പുറം ഞാൻ പറയില്ല, ഞാൻ ഫുർണി ടൂറി എന്ന് വയ്ക്കും. അപ്പം ഇപ്പം എന്തായി, ആ കേൾക്കുന്ന ആൾക്ക് പറയുന്ന ആളോടുള്ള മഹിമയും അതും നോക്കി പണ്ഡിത്തുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അതുപോലെ പറയുള്ളൂ, ഇപ്പം പറ്റുള്ളൂ. അതിന് പാഠം ഉൾക്കൊള്ളാണ്ട്. പോട്ടെ. കാന യുനബ്ബിഹുൽ ഖുതബാക്കളോട് എന്താക്കും, തങ്ങൾ ഉണർത്തും ഇഖ്ലാസിൻ നിയ്യത്തി ഫീ ഖുതബിഹിം, അവരുടെ ഖുതുബകളിലെ അള്ളാഹുവിൻ്റെ നല്ല ഇഖ്ലാസിൻ്റെ നിയ്യത്തുണ്ടായിരിക്കണം എന്ന്. വഅന്ന വറാഅ ദാലിക മസ്ഊലിയതൻ ഇൻദ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ അടുക്കൽ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ് എന്ന്. റവ ഇബ്നു അബി ദുനിയ വൽ ബൈഹഖി മുർസലൻ, മുർസലായ ഹദീസിൽ നിന്ന് എന്താ കൊടുത്തയച്ചുന്ന താബീന് ശേഷം ആള് പോയത്. താബീന് ശേഷം ആള് പോയി. ഒന്നിക്കൽ സഹാബിയോ ആകാം, അല്ലെങ്കിൽ മറ്റൊരു വലിയ താബിയോ ആകാം. അന മുർസലി ബി ഇസ്നാദിൻ ജയ്യിദിൻ കമാ ഫീ തർഗീബിൽ മുൻദിരി അൻ മാലിക് ഇബ്നു ദീനാരിൻ അനിൽ ഹസൻ. അതാ കാല കാല റസൂലുള്ളാഹി നോക്കറ, ഹസൻ തങ്ങൾ പറഞ്ഞിട്ടാണ് കാല റസൂലുള്ളാഹി പറയുന്നത്. ഹസൻ ഇത്ലാക്കി പറഞ്ഞ ഹസൻ അൽ ബസരിയാണ്. അപ്പൊ ഹസൻ അൽ ബസരിക്ക് ശേഷം ഒരാൾ പോയിട്ടുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അബ്ദിൻ യഖ്തുബു ഖുതുബതൻ ഇല്ലല്ലാഹു സായിലുഹു അൻഹാ യൗമൽ ഖിയാമത്തി മാ അറാദ ബിഹാ. ഏതൊരു അബ്ദും ഒരു പ്രസംഗം ചെയ്യുന്നു, ഖുതുബ ചെയ്യുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടല്ലാതെ വിടൂല. എന്താ ഇതുകൊണ്ട് ഉദ്ദേശം എന്ന് പറയാം. قال ما فكان مالك بن دينار اذا حدث بهذا الحديث بكى. മൂപ്പർ ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്ന അവസരത്തിൽ കരയും. ثم يقول تحسبون ان عيني تقر بكلامي عليكم, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് കൊണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് നിങ്ങൾ വിചാരിച്ചു പോയിനോ. وانا اعلم ان الله تعالى صائلي عنه يوم القيامه, ഖിയാമത്ത് നാളിൽ അല്ലാഹു ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യും എന്ന് ഞാൻ അറിയും. മാ അറത്ത ബിഹി, മാലികേ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന്. പാക്കൂർ ഞാൻ പറയാം, അന്ത ഷഹീദു അലാ കൽബി, എൻ്റെ കൽബിൻ്റെ ഉള്ളിൽ മുഴുവനും രഹസ്യങ്ങൾ അറിയുന്നവൻ നീനല്ലേ. ലൗലം അഅലം അന്നി അന്നഹു അഹബ്ബു ഇലൈക, നിനക്കേറ്റവും തൃപ്തികരമാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ ലം അഖ്റഅ ബിഹി അലാ ഇസ്നൈനി അബദ, രണ്ടാളെ കൂട്ടി ഇത് സംസാരിക്കില്ലായിരുന്നു. കമാ വഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദറ മിൻ തസന്നുഇൽ കലാമി, കലാം പടച്ചുണ്ടാക്കലുണ്ടല്ലോ, തകല്ലുഫ് തസന്നുഇ, കോലം കെട്ടലി. ലിയസ്ബിയ ബിഹി ഖുലൂബർ റിജാൽ, റിജാലിൻ്റെ കൽബുകളെല്ലാം കവർന്നെടുക്കാൻ വേണ്ടിയിട്ട് വാചകത്തിൽ കസറത്തുണ്ടാക്കൽ തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. ഫറവ അബൂ ദാവൂദ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഅല്ലമ സർഫൽ കലാം, കലാമിൻ്റെ വളച്ചൊടിക്കലും തിരിച്ചലും ഈ പറച്ചിലൊക്കെ ഉണ്ടല്ലോ, അത് വേണം പഠിച്ച്, അതൊരു ഫന്നായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ആക്കിയാലാവും. ലിയസ്ബിയ ബിഹി ഖുലൂബർ റിജാൽ അവിന്നാസ്, ജനങ്ങളുടെ കൽബുകളെ വശീകരിക്കാനാണ്. എന്നാൽ ലം യഖബലില്ലാഹു മിൻ യൗമൽ ഖിയാമത്തി സർഫൻ വലാ അദ്ല, ഫർദും സുന്നത്തും ഒന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. ഫസ്സർഫു എന്ന തൗബ, വഖീല അൻ നാഫില, സുന്നത്ത് അദിൽ എന്ന് പറഞ്ഞാൽ എന്താ, അൽ ഫിദിയ, വഖീല ഫരീദ. ഫർദും സുന്നത്തുമായ ഒരു കാര്യവും അപ്പോൾ അസലും ബദലും ഒന്നും സ്വീകരിക്കൂല എന്ന്. മദ്ഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസാഹത വ കറാഹിയതിഹി ലഹന,
ഈ സംസാരത്തിലുള്ള പിഴവുകളുണ്ടല്ലോ, മുന്തിച്ചും ബിന്ദിച്ചിട്ടാൽ പിഴവുണ്ടാവും. ഇത് ധാരാളം അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ, അപ്പൊ ഈ ധാരാളം ആരെ സിഫത്തായി? അള്ള ധാരാളം ഉണ്ടാ, അങ്ങനെയുണ്ട്. പിന്നെ എല്ലാത്തിനും ഭയങ്കരം പറയും, എന്തിന് മതഹ പറയാനും ഭയങ്കരം. ഭയങ്കരം തന്നെ പൊടി ഉണ്ടാക്കുന്നതാണ്, ഭയങ്കര രുചിയാന്ന്, ഭയങ്കര പിരിസാന്ന്. ഇതൊക്കെ ലഹനാണ്. എന്താ മാസം പറയാത്ത? ആ, ബഹുമാനപ്പെട്ട ഞാനും തങ്ങളും കൂടി ഇവിടെ വരികയായിരുന്നു. അപ്പൊ ബഹുമാനം അയാൾ തട്ടിയെടുത്ത്. ഇത് തങ്ങൾക്ക് വലിയ ഒരു കറാഹത്താണ്. അത് അങ്ങനെയല്ല പറയേണ്ടതെന്ന്. സംസാരം നേരെയാണോ? പിന്നെ عن أبي هريرة رضي الله عنه قال قلنا يا رسول الله ما رأينا أفصح منك. തങ്ങളെക്കാൾ ഇത്രയും ഫസഹത്തുള്ള ഒരു വ്യക്തിയെ നാം കണ്ടിട്ടില്ല എന്ന് അബൂ ഹുറൈറ തങ്ങൾ പറഞ്ഞു. ഫഖാല, തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ലം യജ്അൽനി ലഹാനൻ, സംസാരത്തിൽ പിഴവ് വായിക്കുന്ന ആളായിട്ട് എന്നെ പഠിച്ചിട്ടില്ല. ഐ വാല ലിസാനി ലിസാനൻ അറബിയ്യൻ മുബീന, വ്യക്തമായ അറബി പറയുന്ന ആളായിട്ടാണ് എന്നെ അയച്ചത്. ഇഖ്താർ അലിയ ഖൈറൽ കലാം, അള്ളാഹുവിൻ്റെ കലാം, ഏറ്റവും ഖൈറായ കലാമിന് എനിക്ക് തിരഞ്ഞെടുത്തു വന്നു. ഐ കിതാബഹുൽ ഖുർആൻ, ഖുർആനാകുന്ന കിതാബ്. വഫിൽ മുസ്തദറക അൻ അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ അഖ്ബലൽ അബ്ബാസ് ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളിലേക്ക് അബ്ബാസ് തങ്ങൾ വന്നു. മുത്തപ്പ വഅലൈഹി ഉല്ലത്താനി, ഒരു ജോഡി വസ്ത്രമുണ്ട്. വലഹു ലഫീറത്താനി, മുടി ഉണ്ടാക്കിയിട്ടുണ്ട്, ചീകീറ്റ്, രണ്ട് ലഫീറത്തുമുണ്ട്. വഹുവ അബിയൽ, മൂപ്പരാണെങ്കിൽ സുന്ദരനാണ്, ഖുറൈശിയല്ലേ, അബ്ദുൽ മുത്തലിബിൻ്റെ മോനല്ലേ. ഫലമ്മ റആഹു തബസ്സമ, കണ്ടപ്പോൾ തങ്ങൾ പുഞ്ചിരിച്ച്. ഫഖാലൽ അബ്ബാസ് പറഞ്ഞു, യാ റസൂലല്ലാഹ് മാ അൽഹഖക അൽഹഖല്ലാഹു സിന്നക, തങ്ങൾക്ക് എന്തൊരു പുഞ്ചിരി, എന്തൊരു പുഞ്ചിരിയാണ് തങ്ങളെ. അത് എന്താ പുഞ്ചിരിക്കാൻ, എപ്പം പുഞ്ചിരി നൽകട്ടെ, എപ്പോൾ ചിരിക്കാനെത്തിക്കട്ടെ എന്ന് പറയുന്നില്ലേ. ഫഖാല, അപ്പോൾ തങ്ങൾ പറഞ്ഞു, ആജബനി ജമാലു അമ്മിൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മല്ലേ, അമ്മിൻ്റെ ആ ജമാൽ എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. നല്ല വസ്ത്രവും ധരിച്ച് മുടിയെല്ലാം ചീകിയിട്ട് വന്നപ്പോൾ തങ്ങളെ മൂത്താപ്പാന്നുള്ള ആ ഇതുണ്ടല്ലോ, അതവിടെ തെളിഞ്ഞ്. ഫഖാലൽ അബ്ബാസ് തങ്ങളെ ചോദിക്കുന്നു, മൽ ജമാൽ, ശരിയായ ജമാൽ അവിടെ കിടക്കുന്നു. കാല ലിസാൻ, നാവുമലാന്ന്, നാവുമലി. അപ്പോൾ സംസാരത്തിൻ്റെ വൈഭവമാണ് അവിടെ നടക്കുന്നത്. വഇൻദൽ അസ്കരി മൽ ജമാല ഫിർ റജുലി ഖാല ഫസാഹത്തു ലിസാനിഹി, നാവിൻ്റെ ഫസാഹത്താണെന്ന് പറഞ്ഞു. ഇനി അത് മുഖദ്ദിമ വായിച്ചു കൊടുക്കുന്നത് നമ്മൾക്കല്ലേ. വഖദ് ജമഅ ഉലമാഉ സലഫി റളിയല്ലാഹു അൻഹും, നമ്മളെ സലഫീങ്ങളായ ഉലമാക്കൾ, സലഫി എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ മറ്റേ സലഫിയല്ലേ, സലഫു സാലിഹീങ്ങൾ. അദ്ദവാബീനൽ ജാമിഅത്ത് ലിബഅദി ജവാമിഇ കലിമിഹി, തങ്ങളുടെ ജവാമിഉൽ കലിമ ചിലതിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് കിതാബുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. അതല്ല നമ്മൾ മൂടുന്ന ഓതിയ ഇബ്നു സലാഹ് റളിയല്ലാഹു അൻഹു 26 ഹദീസ് ഒരുമിച്ച് കൂട്ടി, ജാമിഉൽ കലിമ. ഇമാം നവവി റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്താക്കി, 16 കൂട്ടി 42 ആക്കി. ഇബ്നു റജബിൽ ഹംബലി പരിധി പിടിച്ചിട്ട് 8 കൂട്ടി 50 അതിനാണ് ജാമിഉൽ ഉലൂമി വൽ ഹക്ം എന്ന 50 ഹദീസിൻ്റെ ശറഹ് അള്ളാഹുവിൻ്റെ ഫദ്ലുകൊണ്ട് നമ്മളിവിടെ ഓതിയിട്ടുണ്ട്. അതേ ഉള്ളൂ എന്നല്ല അർത്ഥം, കിട്ടിടത്തോളല്ലേ പറയാൻ പറ്റുള്ളൂ. വനഹ്നു നദ്കുറു മിന്ന 40 ഹദീസൻ, അതിൽ നിന്ന് 40 ഹദീസ് നമ്മൾ പറയും. എന്തിനാ? ലഅല്ലല്ലാഹു തആല യക്തുബു ലനാ അജ്റ മാ വറദ ഫിൽ ഹദീസിൽ ലദീ റവഹ ഇബ്നുൻ നജ്ജാർ, ഇബ്നുൻ നജ്ജാർ റിവായത്ത് ചെയ്ത ഒരു ഹദീസിൽ പറയപ്പെട്ട ഒരു പ്രതിഫലം നമുക്ക് അല്ലാഹു തആല റിക്കാർഡാക്കി തരണം. അതിന് അൻ നബി സഈദ് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ഹഫിള അലാ ഉമ്മത്തി 40 ഹദീസൻ മിൻ സുന്നത്തി, എൻ്റെ ഹദീസിൽപ്പെട്ട 40 ഹദീസ് എൻ്റെ ഉമ്മത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടി ഒരാളെന്താക്കി, ഹിഫ്ളാക്കി. ഹിഫ്ള് എന്ന് പറഞ്ഞാൽ ഹിഫ്ള് മനസ്സുകൊണ്ടുള്ള ഹിഫ്ള് കൊണ്ട്, അത് നുഹബയിൽ പറഞ്ഞിട്ടാണ്. ഹിഫ്ള് രണ്ടുണ്ട്, ഒന്ന് മനസ്സുകൊണ്ടുള്ള ഹിഫ്ള്, എപ്പം ചോദിച്ചാലും കാണാൻ പറഞ്ഞു കൊടുക്കാൻ. മറ്റൊന്നോ കിതാബിലുള്ള ഹിഫ്ള്, എഴുതി വെക്കുക, റിക്കാർഡാക്കിയിട്ട്, എന്നിട്ട് മറന്നു പോയാലും നമുക്ക് ഓർമ്മിക്കാമല്ലോ.
അതുപോലെ അതിൻ്റെ വായന ശൈലി എങ്ങനെയാണ്, അവിടെ മണ്ണ് വായിക്കണമോ മിന്ന് വായിക്കണമോ, അവിടെ എങ്ങനെയാണ് പ്രയോഗം, ആ പ്രയോഗങ്ങളൊക്കെ ശരിക്കും ലബുത്താക്കിയിട്ട് വെക്കണം. അങ്ങനെ രണ്ടുണ്ട്. ഇത് മനസ്സിലുള്ള ഹിഫ്ളും എങ്ങനെയായാലും മതി. അദ്ഖൽതുഹു യൗമൽ ഖിയാമത്തി ഫീ ശഫാഅത്തി, ഖിയാമത്ത് നാളിൽ എൻ്റെ ഷഫാഅത്തിൽ ഞാൻ ഒരുമിച്ച് കൂട്ടും എന്നൊരു ഹദീസുണ്ട്. ആ ഷഫാഅത്തിൽ നമ്മൾ കേൾക്കുന്ന ആളെല്ലാം ഒരുമിച്ച് കൂടാൻ വേണ്ടിയിട്ട് 40 ഹദീസ് പറയുമെന്നാണ് പറഞ്ഞത്. വഫീ റിവായത്ത് ഇബ്നു അദിയ്യൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല മൻ ഹഫിള അലാ ഉമ്മത്തി 40 ഹദീസൻ മിനസ് സുന്ന കുന്തു ലഹു ഷഫീഅൻ വശഹീദൻ യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ഞാൻ അവനിക്ക് ശഫാഅത്ത് ചെയ്യുന്നവനും അവനിക്ക് സാക്ഷിയുമാണ് ഞാൻ എന്ന് പറഞ്ഞ ആ ഫളായിലിൽ ഒരുമിച്ച് കൂടണം. അതിനുകൊണ്ടാൽ ഹദീസുൽ അവ്വൽ ഇൻഷാ അല്ലാഹു തആല ബഅദഹി. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി